അല്ലേ? ആൻഡ് വാട്ട് യു ബിഹോൾഡ് എന്താണോ, വാട്ട് വി ആർ ഇസ് വാട്ട് വി ബിഹോൾഡ്, സെയിം സാധനം. ബുദ്ധൻ്റെ ഒരു കാര്യം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കിട്ട് ബുദ്ധനിങ്ങനെ സത്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ നമ്മൾ ഞെട്ടും. ചില സമയങ്ങളിലെ സത്യങ്ങൾ നമ്മളിങ്ങനെ ഞെട്ടില്ലേ, അതുപോലെയാണ്. അപ്പം എപ്പോഴും ഓർക്കുക, നിങ്ങൾ എന്താണ് നോക്കി കാണുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മൾ എന്ന് പറയുന്ന ആൾ. ദാറ്റ്സ് വാട്ട് വി ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇന്നത്തെ ചിന്ത ഇസ് ഓൾ അബൌട്ട് യു. എന്താണ് നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്ത കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡാ 24/7 ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ അതിപ്പോൾ സബ്ജക്റ്റ് വൈസാലും എക്സാം വൈസാലും അറ്റൻഡ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെയുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കുക. ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഏത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് കൊടുക്കാനും മറക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാത്തവർ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. SSC, ബാങ്കിങ്, ഇൻഷുറൻസ്, കേരള PSC, KS ക്ലാസ്, അതുപോലെ തന്നെ ഫുഡ് കോർപ്പറേഷൻ്റെ ക്ലാസ്, അതുപോലെ നമുക്ക് നമ്മുടെ എന്താണ് കോർട്ട് എക്സാംസിൻ്റെ ക്ലാസ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ക്ലാസ്സുകളും കൂടാതെ നമുക്ക് PYQ സെഷൻസ്, അനാലിസിസ് ഉണ്ട്, എക്സാം അനാലിസിസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഓരോ സ്ട്രാറ്റജി വീഡിയോസ്, ഫോം ഫില്ലിംഗ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല, ഓൾ ഇൻ വൺ ചാനലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങാം അല്ലേ. 27-ാം തീയതിയിൽ ആർട്ടിക്കിൾ എന്തൊക്കെയാണെന്നും ആർട്ടിക്കിളിൻ്റെ വൊക്കാബുലറി എന്താണെന്നും ഗ്രാമർ സ്ട്രക്ചേഴ്സൊക്കെ നോക്കിവിടണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. നമുക്ക് തുടങ്ങാം. ഗുഡ് മോർണിംഗ് പീപ്പിൾ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. യെസ് യെസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇപ്പോൾ ന്യൂസായിട്ട് നിൽക്കുന്നത് വെച്ചാൽ ഞാനിന്ന് കുറേ ആലോചിച്ചു, ഒരുപാട് സമയം എടുത്തിട്ട് ആലോചിച്ച് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഏതാ ഇപ്പോൾ ആർട്ടിക്കിൾ എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു ആദ്യമേ തന്നെ. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഋഷി സുനക് നമ്മുടെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിട്ട് വന്നപ്പോൾ നമുക്കൊരു ചരിത്രം തിരുത്തി എഴുതുന്ന പോലെ നമുക്കല്ലേ ഇത്ര കാലം നമ്മൾ ഒരുപാട് പേരുടെ വായിൽ നിന്ന് ഞാനിങ്ങനെ കണ്ടു. അത് ഇന്ത്യ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചു, ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്നത് ഞങ്ങളൊരു ഇന്ത്യക്കാരനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്, അത് നിങ്ങളെല്ലാവരും വായിച്ചു കാണുമല്ലോ. അതൊരു ജനറൽ അവയർനെസ് വേണ്ട കാര്യമാണ്, അത് നിങ്ങളെല്ലാം വായിച്ചു കാണും ഓൾറെഡി. കാര്യം ഒരു പ്രാക്ടീസിങ് ഹിന്ദു ആണ് പുള്ളിക്കാരൻ, ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യക്കാരനിപ്പം നമ്മുടെ ലിസ്റ്റേഴ്സൊക്കെ വന്ന പോലെ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തോട് വന്നിരിക്കുകയാണ്. പക്ഷേ പുള്ളിയുടെ മുമ്പിലുള്ളത് വലിയൊരു അഗ്നിപരീക്ഷ തന്നെയാണ്. കാരണം എങ്ങനെ ഭരിക്കണം. കാരണം റഷ്യ ഉക്രൈനൊന്നും ഈ അടുത്ത കാലത്ത് നിർത്തുന്ന ഒരു ഇതില്ല. അവരുടെ ക്രൈസിസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വോർ ഈ അടുത്ത കാലത്ത് അവർ നിർത്തുന്ന ഒരു ലക്ഷണമില്ല. അപ്പോൾ തന്നെ ഇക്കണോമി ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ല, പിന്നെ പ്രൈസ് ഹൈക്ക്, എല്ലാം കൂടെ ഇൻഫ്ലേഷൻ കൂടുന്നു. അതെല്ലാം കൂടെ വരുമ്പോൾ പുള്ളിക്കാരൻ അതൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യ കാര്യം. അതുകൊണ്ട് തന്നെ പുള്ളി വന്ന ആ കയറിൻ്റെ ഇതൊന്നും പാർട്ടിക്കാരെല്ലാം കൂടെയുള്ള പാർട്ടിയിലെ ആൾക്കാരെല്ലാം പറയുന്ന പ്രശംസ കേട്ടിരിക്കാതെ ലെറ്റ് ഹിം പുട്ട് ഹിസ് ബോഡി ഇൻ ടു ആക്ഷൻ, പരിപാടി പണി നടക്കട്ടെ എന്നുള്ളോട്ട് വന്നാലേ കാര്യം നടക്കുള്ളൂ എന്നതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്. സോ അത് നിങ്ങൾ ഓൾറെഡി വായിച്ചു കാണുമായിരിക്കും അല്ലേ, ഓൾറെഡി നിങ്ങളത് വായിച്ചു കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും ന്യൂസ് വായിച്ചു കാണും. അപ്പോൾ അത് ആർട്ടിക്കിൾ നമ്മൾ എന്തായാലും വായിക്കുന്നില്ല. അത് ഓൾ അബൌട്ട് അവിടുത്തെ ഇക്കണോമി, കഴിഞ്ഞ ദിവസമൊക്കെ അത് ആർട്ടിക്കിളിൽ ലിസ്ട്രസിനെ പറ്റിയൊക്കെ വരുന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിന്ന് ഇൻഫ്ലേഷനെ പറ്റിയ ഒരു ആർട്ടിക്കിളുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഇൻഫ്ലേഷൻ കൂടുകയാണ്. അപ്പം അതിന് എന്തെങ്കിലും പരിഹാരം നമ്മുടെ പോളിസി മേക്കേഴ്സ് കണ്ടില്ലെങ്കിൽ ഇറ്റ്സ് ഗോണ ബി എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ us, ടാക്കിൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ്, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിതൗട്ട് വേർഡ്സ്. ആദ്യം തന്നെ നമുക്ക് വൺ വേർഡ്സ്, അതുപോലെ തന്നെ ഇഡിയംസ്, ഫേഷ്യൽ വെർബ്സിലോട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് വൊക്കാബുലറി ബാക്കി ഓരോന്നൊക്കെ ആയിട്ട് നോക്കാം. ആൻഡ് ആർട്ടിക്കിൾ വായിച്ച് നോക്കണം ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ നിങ്ങളെല്ലാവരും സ്പോട്ട് ദർ അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ. എനിക്കത് ഭയങ്കര സങ്കടമുണ്ട്. സ്പോട്ട് ദർ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാറില്ല, പലരും അറ്റംപ്റ്റ് ചെയ്യാറില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ സ്പോട്ട് ദറൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ സ്പോട്ട് ദർ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എത്ര പേരുണ്ടെന്ന് ഞാനൊന്ന് ശരിക്കും നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കഴിഞ്ഞ തവണ അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരെ നോക്കട്ടെ, ഒരു 2, 3, 4, 5, 6, 8 പേര് ലൈവിൽ എത്ര കുട്ടികൾ വരുന്ന ഡെയിലി, എന്നിട്ട് 8 പേര് ആകെപ്പാടെ അറ്റംപ്റ്റ് ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ സോ സാഡ്. അപ്പോൾ എന്തായാലും തുടങ്ങാം അല്ലേ. നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ഫ്രേസൽ വേർബ്. ഇന്ന് കുറച്ചധികം ഫ്രേസൽ വേർബുകളുണ്ട്. ലീവ് ഔട്ട് ചെയ്യുക, ലെറ്റ്സ് ലീവ് ഇറ്റ് ഔട്ട്, അല്ലെങ്കിൽ ലീവ് സംബഡി ഔട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഫെയിൽ ടു ഇൻക്ലൂഡ് സംതിങ് ഓർ ഇൻക്ലൂഡ് സംബഡി. ആരെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി, അയ്യോ നമ്മൾ അവനെ ലീവ് ഔട്ട് ചെയ്യും. നമ്മൾ കല്യാണമൊക്കെ വിളിക്കുമ്പോഴേ ചിലപ്പം നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ വിളിക്കാൻ മറന്നു പോകും. എന്തുകൊണ്ടാണ്? നമ്മൾ അവരെ വിളിക്കുന്ന കാര്യം മാത്രം മറന്നു പോകും. വി ഫെയിൽ ടു ഇൻക്ലൂഡ് ദാറ്റ് പേഴ്സൺ, വി ഫെയിൽ ടു ഇൻക്ലൂഡ് ദാറ്റ് തിങ് ലിസ്റ്റിലിടാൻ വിട്ടുപോകും അല്ലേ. ഒരു കാര്യം ലിസ്റ്റിലിടാൻ വിട്ടുപോകുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോവാണ്
വിട്ടുപോവുക, ദാറ്റ് ഈസ് ലീവ് ഔട്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ, ലീവ് ഔട്ട്. അതുപോലെ തന്നെ അടുത്തതാണ് ഓൺ പേപ്പർ. ഓൺ പേപ്പർ കേട്ട് പരിചയമുണ്ടായിരിക്കില്ലേ? പേപ്പറിൽ ഐ നീഡ് ഇറ്റ് ഓൺ പേപ്പർ അല്ലേ? ഐ നീഡ് ഇറ്റ് ഓൺ പേപ്പർ. ഐ അഗ്രി വിത്ത് യുവർ ഡിമാൻഡ്സ്. ഐ അഗ്രി വിത്ത് യുവർ ഡിമാൻഡ്സ്. എൻ്റെ ഡിമാൻഡ്സിൽ ഐ അഗ്രി ടു യുവർ ഡിമാൻഡ്സ്. എൻ്റെ ഡിമാൻഡ്സിനോട് ഞാൻ അഗ്രി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഓക്കെ എന്നാൽ പിന്നെ ഐ നീഡ് ഇറ്റ് ഓൺ പേപ്പർ, എനിക്ക് പേപ്പറിലത് വേണം അല്ലേ? പലരൊക്കെ എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ വാക്കല്ലേ മാറാലോ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് വി നീഡ് ഇറ്റ് ഓൺ പേപ്പർ. അപ്പോൾ അതൊരു ഫ്രേസാണ് ഓൺ പേപ്പർ എന്ന് പറഞ്ഞാൽ. അർത്ഥം ഇത്രേ ഉള്ളൂ, ഇൻ റിട്ടൺ ഫോം, ഡോക്യുമെൻറ്റഡ് ആയിട്ട് എനിക്ക് വേണം, സംഭവം പ്രിൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിട്ടൺ ഫോമിൽ വേണം, ഇൻ റൈറ്റിംഗ്. അതിനാണ് ഓൺ പേപ്പർ എന്ന് പറയാം കേട്ടോ. ഇറ്റ്സ് എ യൂസേജ്, വളരെ കോമൺ ആയിട്ടൊരു യൂസേജ് ആണ് കേട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ് പീപ്പിൾ, വരൂ. അടുത്ത സ്പെൽ ഔട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്, ഫ്രേസൽ വേർബാണ് സ്പെൽ ഔട്ട്. സ്പെൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററലി സ്പെല്ലിങ് പറയാന്ന് പറയില്ലേ, ആ സാധനം തന്നെ. അല്ല സ്പെൽ ഇറ്റ് ഔട്ട് ക്ലിയർലി, അതാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർലി എന്നാണ് എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ, വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് സ്പെൽ ഔട്ട് ചെയ്യാന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് സ്പെൽ ഔട്ട്. ആൻഡ് അടുത്തത് ബെയർ ഇൻ മൈൻഡ്. ബെയർ ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ബെയർ ദാറ്റ് ഇൻ മൈൻഡ്. മനസ്സിലത് ഉണ്ടാവണം കേട്ടോ. ദാറ്റ് മീൻസ് യു റിമെമ്പർ, ഓർത്തോണം, ഇക്കാര്യം മനസ്സിൽ ഓർത്തോണം. ഓർക്കുമ്പോൾ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതാണ് ബെയർ ഇൻ മൈൻഡ്. വെൻ യു ഇഫ് സംബഡി ടെൽ യു ടു ബെയർ സംതിങ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, എടാ ഒരു കാര്യം ഓർത്തോണേ, ഇത് ഒന്ന് കൺസിഡർ ചെയ്തോണേ ഈ കാര്യം എന്നാണ്. ബെയർ സംതിങ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തോണം, അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അല്ലേ, യു ആർ കൺസിഡറിങ് ഇറ്റ്. അത് കൺസിഡർ ചെയ്യാൻ ഓർത്തോണം, കാരണം ഇറ്റ്സ് സംതിങ് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യാൻ നീ ഓർത്തോണം. ആ ഒരു അർത്ഥത്തിലാണ് ബെയർ ഇൻ മൈൻഡ് എന്ന് പറയാം. ഓർത്തോണം കേട്ടോ, റിമെമ്പർ ടു കൺസിഡർ സംതിങ്, ഒരു കാര്യത്തിൽ കൺസിഡർ ചെയ്യാൻ ഓർത്തോണം, അതാണ് ബെയർ സംതിങ് ഇൻ മൈൻഡ് എന്ന് നമ്മൾ പറയാം. ഓക്കെ അല്ലേ? ഇന്ന് രാവിലെ ആദ്യം തന്നെ ജോർജ് ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ജോർജ് ആവുന്നതെന്ന്. ഹലോ ജോർജ്, ക്യാൻ യു സ്പെൽ ഔട്ട് ദ മീനിങ്? ഓഫ് കോഴ്സ് ഐ വിൽ. വൈ നോട്ട്? അടുത്തത് പറയാം, റോൾ ബാക്ക്. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് റോൾ ഇറ്റ് ബാക്ക്. ഒന്ന് നമുക്ക് പ്രോസസ്സ് ഒന്ന് റിവേഴ്സ് ചെയ്യാം. രണ്ടർത്ഥത്തിൽ പറയും കേട്ടോ. റിവേഴ്സ് ദ പ്രോസസ്സ്, ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സ് ഒന്ന് റിവേഴ്സ് ചെയ്യാം, ബാക്കോട്ട് നേരെ റിവൈൻഡ് ചെയ്ത് പോകുന്നൊരു പരിപാടി. അല്ലെങ്കിൽ റെഡ്യൂസ് ദ പവർ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് സംതിങ്, ഒരു കാര്യത്തിൻ്റെ പവർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് റോൾ ബാക്ക് എന്ന് പറയാം. രണ്ടർത്ഥമുണ്ട്, ഓർത്തോണം. റിവേഴ്സ് ദ പ്രോസസ്സ് അല്ലെങ്കിൽ റെഡ്യൂസ് ദ പവർ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് സംതിങ്, അതിനാണ് റോൾ ബാക്ക് എന്ന് പറയാം. ഓർത്തോണം. ഓക്കെ, despite the fact that Haley is an efficient and innovative personality, she has been left out from the confidential fleet group of XYZ company. Great, that's great. Could you put your ideas down on paper? Of course, അല്ലേ? നമ്മൾ അത് നല്ലൊരു കാര്യമാണ്. ഓൺ പേപ്പർ, ഇൻ റൈറ്റിംഗ്. ഒന്ന് എഴുതാമോ? നമ്മൾ പറയാറുണ്ടല്ലോ, പൊതുവെ മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, can you please put it on paper? അതൊന്ന് എഴുതാമോ, എഴുതരാമോ എന്ന് പറയില്ലേ, സെയിം സാധനം അതാണ്. Can I get your address? Yeah. Can you put it on paper? എന്നൊക്കെ പറഞ്ഞാൽ ഇതേ സാധനമാണ്, ഓർത്താൽ മതി കേട്ടോ. അടുത്ത് നോക്കിക്കേ, എൻഡ് അപ്പ്. എൻഡ് അപ്പ് ചെയ്യാം. എൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവസാനമാണല്ലോ, എൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അവസാനമാണ്. സോ എൻഡ് അപ്പ് എന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ടു ബി ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ്, ഫൈനൽ പ്ലേസ് ഓർ എ സ്റ്റേറ്റ്, ഒരു അവസ്ഥയിൽ, റിസൾട്ട് ഇൻ അല്ലേ, ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചേരും, റിസൾട്ട് ആവുക അല്ല, അതാണല്ലോ എൻഡ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. സോ എൻഡ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ റിസൾട്ട് ഇൻ, അവസാനം ഇങ്ങനൊരു ഇതിലോട്ട് ആയിത്തീരുക, അതാണ് എൻഡ് അപ്പ്. ഓർത്തോണം, റിസൾട്ട് ഇൻ. ഓക്കെ, ഓ ഗോഡ്, സ്ഥലം മാറിപ്പോയി. റിസൾട്ട് ഇൻ ഇതാണ് കേട്ടോ, ഇവിടത്തെയാണ് നമ്മൾ എൻഡ് അപ്പ് ആണ് റിസൾട്ട് ഇൻ. യെസ്. അടുത്ത മാജിക് ബുള്ളറ്റ്. ദർ ഇസ് നോ മാജിക് ബുള്ളറ്റ് ഫോർ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഇഫക്റ്റീവ് സൊല്യൂഷൻ, ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരു കാര്യത്തിന് ഒരു റെമഡി അതിന് പറയില്ലേ, പനീഷ്യ ഫോർ എവറിത്തിങ് അല്ല, ഒറ്റമൂലി ഫോർ സംതിങ്. ആൻഡ് മാജിക് ബുള്ളറ്റ് ഒന്നും ഇല്ല, ഇതിനൊന്നും പറ്റി മാജിക് ബുള്ളറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, മാജിക് ബുള്ളറ്റ് കൊണ്ട് എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാധനം, അതാണ് മാജിക് ബുള്ളറ്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് വെരി ഇഫക്റ്റീവ് സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനത്തിനാണ് മാജിക് ബുള്ളറ്റ് എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ നമ്മൾ പറയും ഐ ഡോണ്ട് ഹാവ് എ മാജിക് ബുള്ളറ്റ്, എനിക്ക് എൻ്റെ കയ്യിലും വലിയ മാജിക് ബുള്ളറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഇപ്പം മാജിക് ഒന്നുമില്ല ഇത് സോൾവ് ചെയ്യാൻ എന്നൊക്കെ പറയില്ലേ, ആ സാധനം. ഇറ്റ്സ് എൻ ഇഡിയം, ഒരു ഇഡിയമാണ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ് മാജിക് ബുള്ളറ്റ്, ഓർത്തോണം. അടുത്ത വാക്ക് എ ഫൈൻ ലൈൻ. വാക്ക് എ ഫൈൻ ലൈൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, സ്റ്റഡി ആയിട്ടാണ് പോകുന്നത് അല്ലേ, ബാലൻസ് ചെയ്ത് പോവുക, ദാറ്റ് ഇസ് വാക്ക് എ ഫൈൻ ലൈൻ. ലൈനിലൂടെ നടക്കുകയൊക്കെ നമുക്കറിയാം, നമ്മൾ നോർമലി ലൈനിലൂടെ നടക്കുകയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, റോപ്പിലൂടെയൊക്കെ നടക്കുമ്പോൾ ലൈൻ, വാക്ക് എ ഫൈൻ ലൈൻ എന്നൊക്കെ പറയുമ്പോൾ, വാക്ക് എ ഫൈൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? അച്ചീവ് ഓർ മെയിൻറ്റെയിൻ എ ബാലൻസ്. കുഴപ്പമില്ല, തട്ടിമുട്ടി തരക്കേടില്ലാതെ പോകുന്നു അല്ലേ, ബാലൻസ് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്.
ക്ലിയർ? ഓക്കെ ആണോ? അത് walk a fine line എന്ന് പറഞ്ഞാൽ അച്ചീവ് ഓർ മെയിൻറ്റെയിൻ എ ബാലൻസ്, അതിനെയാണ് നമ്മൾ walk a fine line എന്ന് പറയാം. അടുത്ത വൈൻഡ് ഡൗൺ, വൈൻഡ് അപ്പ് ചെയ്യാന്ന് പറയാറുണ്ടല്ലേ, വൈൻഡ് അപ്പ് ചെയ്യുക. ലെറ്റ്സ് ഫിനിഷ് ദ സെഷൻ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. വൈൻഡ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്യുക. അപ്പോൾ വൈൻഡ് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കം ടു എൻ എൻഡ്, അവസാനത്തിൽ എത്തിച്ചേരുക. വൈൻഡ് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, വൈൻഡ് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ കം ടു എൻ, അവസാനത്തിൽ എത്തിച്ചേരുക. ഓക്കെ, നമുക്ക് അവസാനത്തിൽ എത്തിച്ചേരുക, കം ടു എ കൺക്ലൂഷൻ, കം ടു എൻ എൻഡ് എന്നാണ് വൈൻഡ് ഡൗൺ എന്ന് പറയുക. വൈൻഡ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓർത്തോണം, വൈൻഡ് അപ്പ് ഇവിടെ എടുത്ത് പറയാനുള്ള കാരണം വൈൻഡ് അപ്പ് നമുക്ക് ഇതിൻ്റെ അനുസരിച്ച് വരാനുണ്ട്, അതുകൊണ്ടാണ്. സോ വൈൻഡ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഫിനിഷ് അല്ലേ, വൈൻഡ് അപ്പ്, ഫിനിഷ് ചെയ്യാം. ഇത് ഫ്രേസൽ വെർബുകളാട്ടോ, ഇതൊക്കെ ഫ്രേസൽ വെർബ്സ് ആണ്, ഓർത്തോണത്. ഓക്കെ, യാ, ലെറ്റ് മീ സീ യുവർ സെൻറ്റൻസസ് പീപ്പിൾ. Tomorrow there is a party in office, bear it in mind. Oh, that's great. Please bear in mind clearing my doubt. Please bear in mind to clear my doubt. ക്ലിയർ ചെയ്യുന്നതിനെ പറ്റി വരാൻ പോകുന്നുള്ളൂ, ക്ലിയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്നാ കൊടുക്കാം? പ്ലീസ് bear in mind to clear my doubt എന്ന് കൊടുക്കാം. I left out, കേട്ടോ ദിശ, I left out inevitable things written on the missed paper. ഓക്കെ, അല്ലല്ല, ആ മിസ്ഡ് പേപ്പർ എന്ന് നീ പറയുമ്പോൾ നീ അത് പേപ്പർ എന്ന് പറയുന്ന കൊടുക്കുക. നമ്മുടെ മീനിങ് മാറിപ്പോയി നന്ദിഷ, ഷമാസെ. അവിടെ നീ മിസ്ഡ് പേപ്പർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? പേപ്പറിൽ എഴുതി ആ പേപ്പർ മിസ്സായി എന്നാണ് നീ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നീ ആ മിസ്ഡ് പേപ്പർ വേണ്ട, അല്ല നീ കൊടുത്തു ഐ ലെഫ്റ്റ് ഔട്ട് ഇന്നെവിറ്റബിൾ തിങ്സ് ഓൺ ദ പേപ്പർ, എഴുതാൻ വിട്ടുപോയി എന്ന രീതി പറഞ്ഞു കേട്ടോ. ഐ ലെഫ്റ്റ് ഔട്ട് ഇന്നെവിറ്റബിൾ തിങ്സ് ഓൺ ദ പേപ്പർ. അവിടെ റിട്ടേണും കൂടെ കൊടുക്കുമ്പോൾ അതിൻ്റെ മീനിങ് മാറും. റിട്ടേണും അവിടെ വേണ്ട കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം. Government rather should spell out their policy than on paper policy, otherwise it will leave out a part of the citizens. ഒരു പ്രശ്നമുണ്ട് അഭിലാഷ്, എന്താ വെച്ചാൽ ഈ റാദർ ദാൻ എന്ന് പറയുന്നത് ഒരു കോറിലേറ്റീവാണ്. റാദറിൻ്റെ കൂടെ ദാൻ വേണം, അത് പാരലിസം കീപ്പ് ചെയ്യുന്ന ഒരു കോറിലേറ്റീവാണ്. സെയിം പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ സെയിം വേർഡ്സ് വേണം എന്തിനു വേണ്ടിയിട്ട് വരാൻ? റാദറിന് ശേഷം വരുന്ന അതേ വേർഡ്സും ദാനിന് ശേഷം ഒരേ വേർഡ് വേണം വരാൻ. ഇവിടെ നോക്കിയേ, ദാൻ കഴിഞ്ഞിട്ട് നീ ഓൺ പേപ്പറാണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ ഓൺ ഒരു പ്രിപ്പോസിഷനും, മറ്റേതാണെങ്കിൽ റാദറിന് ശേഷം ഷുഡ് എന്ന ഓക്സിലറി വെർബും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് അറിയോ? ഗവൺമെൻറ് ഷുഡ് റാദർ സ്പെൽ ഔട്ട് ദ പോളിസി ദാൻ പുട്ട് ഇറ്റ് ഓൺ പേപ്പർ എന്ന് കൊടുക്കാം. ദാൻ പുട്ട് ഇറ്റ് ഓൺ പേപ്പർ എന്ന് കൊടുത്താൽ കറക്റ്റ് ആവും. രണ്ടിടത്തും വേർബ് വന്നു, അപ്പോൾ പ്രശ്നമില്ല. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഐ ലെഫ്റ്റ് ഔട്ട് മൈ ബ്ലാങ്കറ്റ് സോ ഐ ഹാവ് ടു buy one. That's great. He ended up miserably even though he had tried hard. That's great. She left out many things in a hurry. That is great. That was a magic bullet. Okay. He published this blog on paper. Okay. That's great. In writing. ഓക്കെ, അവിടെ പബ്ലിഷ്ഡ് ആ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണോ? ഡോക്യുമെൻറ്റഡ് ഫോമിൽ വേണം എന്നാ. പബ്ലിഷ് ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ ഓൺ റൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, ഓൺ പേപ്പറിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് തോന്നിച്ചാൽ, കാരണം നമ്മളൊരു കാര്യം പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തായാലും റൈറ്റിങ്ങിലല്ലേ പബ്ലിഷ് ചെയ്യാം, അതാണ് പ്രശ്നം. കാര്യം മനസ്സിലായി? പ്രിൻറ്റഡ് ഫോമിലോ ഇതിലല്ലേ പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു അർത്ഥമില്ല. നമുക്ക് എഴുത്തിൽ വേണമെന്ന് നമ്മൾ പറയില്ലേ, അതായത് ഒരു എഴുത്തിൽ വേണമെന്ന് പറയുമ്പോൾ തന്നെ, ഇൻ റൈറ്റിംഗിൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രൂഫാണ് നമുക്ക് അല്ലേ, പറച്ചിലിനേക്കാളും പ്രൂഫ്. ആ ഒരു അർത്ഥമാണ്. ഇറ്റ്സ് ആൻ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ. ഓർത്തോണം, ഇഡിയമാണ് അതെ, ഓർത്തോണം. ഋഷി മസ്റ്റ് ഹാവ് എ മാജിക് ബുള്ളറ്റ് ഓക്കെ, മാജിക് ബുള്ളറ്റ് ടു ചേഞ്ച് ദി ട്രാജക്ടറി ഓഫ് ദിയർ എക്കോണമി. യാ, ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ. പോസിബിലിറ്റിയാണ്, സ്ട്രോങ് പോസിബിലിറ്റിയാണ്. വി ഓൾവേസ് കൺസിഡർ പാരസെറ്റമോൾ ആസ് എ മാജിക് ബുള്ളറ്റ് ഫോർ മെനി ഡിസീസസ്. ഇന്നാൾ ഇതുപോലെ ഡയലോഗ് പറഞ്ഞായിരുന്നു അമല. ദർ ഇസ് നോ മാജിക് ബുള്ളറ്റ് ഫോർ യുവർ സെറ്റ് ബാക്ക്. യെസ്, OMG. I left out Akshay from the list. That's great. The outfits personal leaves out the agglomeration of ingredients, so the spearhead bears in reviewing the plan. Okay, all right. My mother has magic bullet for every problem. Adu kollam. All right. Hello dirne ആദ്യമായിട്ട് ഞങ്ങൾ dir 92. Hi, hello, welcome. Thanks. I'll bear that in mind. That's great. മാന്ത്രികവടി, അതെ ഹവാമോളെ, മാന്ത്രികവടി. ഇത് തന്നെ മലയാളത്തിൽ നമ്മൾ പറയുന്ന മാന്ത്രികവടി, അത് തന്നെ മാജിക് ബുള്ളറ്റ്. യു ഷുഡ് walk a fine line between your personal life and career. That's great. I should have good morning. While rolling back of the investigation, the officials should be unbiased. Of course they must be. The math class winded down at 4 PM. അവിടെ ഫിനിഷ് ചെയ്തു എന്നല്ല ഓർത്തെ, കം ടു എൻ എൻഡ്, അവസാനിച്ചു എന്ന്. ഒരു കാര്യം അവസാനിച്ചു, ഫിനിഷ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണോ? അപ്പോൾ അത് വൈൻഡ് ഡൗണിനേക്കാൾ നല്ലത് വൈൻഡ് അപ്പ് ചെയ്തു. ആ വൈൻഡഡ് അപ്പ് എന്ന് പറയരുത് കേട്ടോ അനുപമ. അവിടെ എന്ത് കൊടുക്കണം അറിയോ? വൈൻഡിൻ്റെ പാസൻസ് വൗണ്ട് ആണ്, വൗണ്ട്. വൈൻഡിൻ്റെ പാസൻസ് എന്താ? വൗണ്ട്. V2 വൗണ്ട് ആണേ, വൈൻഡഡ് അല്ല. V2 and V3 വൗണ്ട് ആണ്.
Reading is a magic bullet to sleep. Okay, that's great. The meeting has wound down because of power failure. Okay, come to an end. Okay, government should also bear in mind of the marginalized. Government should bear in mind about, not of the marginalized society, about, bear in mind about the marginalized society. Kodukane Abhilashe. When you are when you are investing in mutual funds, when you are investing, karyam R ennu parayunnathu B formulation odu V1 pattuo alla avada namukku ing form koduthu, continuous tense koduthu. When you are investing in mutual funds, you bear terms and condition in mind. Yeah, അല്ലെങ്കിൽ when you invest കൊടുത്തു ആറം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, അപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ അതിന് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മളങ്ങ് ഉപയോഗിച്ചാൽ മതി. ദ ജുഡീഷ്യൽ അസംബ്ലി ജോയിൻഡ് ഫോർ എ ഹിയറിംഗ് ടു സ്പെൽ ഔട്ട് റിപ്പോർട്ട്സ് ഫോർമുലേറ്റഡ് ഇൻ ദ ട്രജക്ടറി ഓഫ് ദ ന്യൂ stature. That's great. So the statute, okay. Ruling party is in quest for magic bullet for Kerala after central government rolled back the proposal. Yes. She left out her friend from her birthday party. All right. We should walk a fine line with them till we know the plans of them. What? Other. Okay. Offer into objective or not? I should have. Panisha given is considered magic bullet when it's given by religious scholar. Yeah. Posted his blog. That's right. That's right. Other. Somebody can be, അത് വേറെ idiom. അപ്പോൾ ഇത് വേറെ idiom, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. Somebody can be content with, അവിടെ content എന്താടാ? Can be content, മറ്റേതായിരിക്കും നീ ഉദ്ദേശിക്കുന്നത്. T, satisfied, adjective formulation. അല്ലേ ഗുരുദാസേ? Somebody can be content with setback, but someone had been tweaked to, had been കഴിഞ്ഞിട്ട് tweakന്റെ tense tweaked വേണം, tweaked, to walk a fine line. കേട്ടോ ഗുരുദാസേ? You should come with a complaint on paper. Okay. All right. I walk a fine line with my study and job. With my studies. Shamli, studies. Padanam, noun, studies. Kato. Sleeping is a magic bullet for bullet of my problems. That's what I like. Orange theera the version enikolla nalle. Onnu orange theera the version. Adulla. The central government rolled back from farm law after facing so much controversy. So much controversy. Controversy എന്ന് പറയുന്ന plural ഉണ്ടല്ലോ അവിടെ. അപ്പോൾ much controversy അല്ല. So many controversies എന്ന് കൊടുക്കണം. ഒരുപാട് കോൺട്രവേഴ്സി അല്ല, ഒരുപാട് എണ്ണം ഉണ്ടല്ലോ. കോൺട്രവേഴ്സി കൗണ്ടബിളാണ്, അതുകൊണ്ട് കേട്ടോ. ന്യൂ കമ്പനി എക്സ്പ്ലെയിൻ ഓൾ തിങ്സ് ഓൺ പേപ്പർ. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഇൻ റൈറ്റിംഗ് അല്ലേ. ഹി ഈസ് സക്സസ്ഫുൾ ഇൻ കീപ്പിംഗ് ഹിസ് എക്സ്പെൻസസ് ആൻഡ് ഏർണിംഗ്സ് ബൈ വാക്കിംഗ് എ ഫൈൻ ലൈൻ. Alina, he is successful in keeping his expenses and earnings by walking a fine line, by achieving, by maintaining a balance. കേട്ടോ, by walking അവിടെ കൊടുക്കണം. Yes. I'm in dilemma. Spelling is dilemma. D-I-L-E-M-M-A. Dilemma. How to find a magic bullet for all these problems. Enda Aditya. Yes. Adira Grishma, good morning. In a movie, Salim Kumar told that in my hand, no magic bullet. In a movie, Salim Kumar told that in my hand, there was no magic bullet. Pulli parnella, but there was. Okay. I drained to read book in mobile phone, so required to purchase. So I require, അവിടെ സോ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കൊടുത്തേ. സോ ഐ റിക്വയർ ടു പർച്ചേസ് ബുക്സ് ഓൺ റൈറ്റിംഗ്. ഓൺ റൈറ്റിംഗ്, അതെന്താ ഓൺ റൈറ്റിംഗ് വന്നേ? ഓൺ റൈറ്റിംഗ് വരില്ലല്ലോ. നമുക്ക് എന്ത് കൊടുക്കണം? ഓൺ റൈറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് കൊടുക്കാം? ഓൺ പേപ്പർ അല്ലേ? അതാണ് വേണ്ടേ. യെസ്, ദാറ്റ്സ് ഇറ്റ്. യെസ് ഗുരുദാസേ. ദ ഫെസ്റ്റിവൽ വൈൻഡ് ഡൗൺ. ഓക്കെ, കെയിം ടു എൻ എൻഡ്. യെസ്, അങ്ങനെ അവസാനിച്ചു. നമ്മുടെ ഉത്സവം അവസാനിച്ചു എന്നല്ലേ? ആണ്. കൊള്ളാം. നമ്മൾ പൂരം അവസാനിച്ചു, ഉത്സവം അവസാനിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതുപോലെ. യു ഷുഡ് ബെയർ പേരൻസ് ഇൻ മൈൻഡ് വെൻ യു ആർ successful in life. Okay. Meeting ended up in war of words between the two groups. That's great. Today I left out my mobile in my bag. Failed to include. I failed to include. Okay. Okay. Nowadays, quest for money is an inevitable element of life. Hence, one should bear in mind that to live one's life to the fullest. ഇന്നാണ് ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. അത് ആരോടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഉമ്മ ഫുള്ളസ്റ്റ് എന്ന് വാക്കില്ല, ടു ദ ഫുൾ. ഫുൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി കംപ്ലീറ്റ് ആണ്. അതൊരു അബ്സല്യൂട്ട് അബ്ജക്റ്റീവ് ആണ്. അതിൽ പിന്നെ EST, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കില്ല. ടു ദ ഫുള്ളസ്റ്റ് ഇസ് എ ഇൻഫോർമൽ വേർഡ്. അതൊരിക്കലും കോമ്പറ്റീവ് ഇംഗ്ലീഷിൽ ചോദിക്കില്ല, പറയില്ല. ടു ദ ഫുൾ എന്ന് പറഞ്ഞാൽ, ടു ദ ഫുൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്നർത്ഥം. പിന്നെ ഇതിനെ ഫുള്ളസ്റ്റ് വേണ്ട കേട്ടോ. ഫുൾ എന്ന് പറയുമ്പോൾ ഇതിനെ കംപ്ലീറ്റ് എന്നർത്ഥം. ഐ വാസ് ദ ക്ലാസ് ഫസ്റ്റ് അപ് ടു 10th സ്റ്റാൻഡേർഡ്, ബട്ട് ഐ കുഡൻറ്റ് സ്പെൽ ഔട്ട് what the subjects were meant. I only
what the subject were meant വേണ്ട, what the subject meant കേട്ടോ, അത് മതി. ആ വേറെ വേണ്ട കേട്ടോ ചേർത്തെ. I only mugged up what I only mugged up what was in the textbook. What was, അവിടെ ഒരു verb missing ആണ് കേട്ടോ ചേർത്തെ, അത് മാത്രം. And വേറെ അവിടെ വേറെ വേണ്ടതാണ്. Okay, it's very hard to walk a fine line. Yes. Balance ചെയ്യാൻ പറ്റുന്നില്ല. Rishi sir has proved his excellency during coronavirus and ended up in becoming the prime minister. Yes, the conclave winds down nicely. Winds down. കേട്ടോ, meeting winds down. Came to an end അല്ലേ, അവസാനിച്ചു എന്ന്. Winds down nicely. ആ വേർബിനാണ് നമ്മൾ സിംഗുലറും പ്ലൂറലും കൊടുക്കുന്നത് കേട്ടോ. സുമി, നമ്മൾ ഒരിക്കലും അഡ്വേർബിന് കൊടുക്കരുത്, സിംഗുലർ പ്ലൂറൽ നമ്മൾ കൊടുക്കുമ്പോൾ വേർബിന് കൊടുക്കാം. Please give me a magic bullet for my studies. Oh my god. എന്നോട് ഒന്ന് Rindumis has a magic bullet for improve our English. Oh no, I don't have. അതൊക്കെ നിങ്ങൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. എന്നോട് അങ്ങനെ പറയില്ലേ ദേവിക. Rindumis has a magic bullet. അതിലൊരു തിരുത്തുണ്ട്. For improving. For കഴിഞ്ഞിട്ട് improving. For എന്ന് പറയുന്നത് പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷന് ശേഷം വേർബ് കൊടുക്കില്ല. വേർബിൻ്റെ ജെറൻ ഫോർമുലേഷൻ കൊടുത്തു. അത് ഒബ്ജക്റ്റായി അല്ലേ. ഫോർ ഇംപ്രൂവിങ് അവർ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുക കേട്ടോ. I tell you again, he was psychopath, bear in mind. Psychopath, bear in mind, or otherwise you may have to face unparalleled consequences which you have ever faced കേട്ടോ. which you have ever faced. എവർ വന്നിട്ടുള്ളതുകൊണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കൊടുക്കണം, അതുകൊണ്ടാണ് കേട്ടോ. there should be magic bullet in every conundrum in our life. there should be അല്ലേ, വേണ്ടതാണ്, എന്താ ചെയ്യുക. you should spell out the idea. of course I would. I apologize to all since I leaved out അല്ല. ആദിത്യ, ലീവിൻ്റെ പാസൻസ് എന്താ, ലെഫ്റ്റ്. ലീവിൻ്റെ പാസൻസ് ആണ് ലെഫ്റ്റ് കേട്ടോ. അപ്പോൾ പാസൻസ് മറക്കല്ലേ, V2 ഇപ്പോൾ നമ്മൾ മനസ്സിലായി, അതിൻ്റെ പെർഫെക്റ്റ് പാസൻസ് കൊടുത്തില്ലെങ്കിൽ, ഐ മീൻ ആപ്റ്റ് പാസൻസ് കൊടുത്തില്ലെങ്കിൽ ഇറ്റ്സ് റോങ്. ലെഫ്റ്റ് ഔട്ട്, അതാണ് V2, മറക്കണ്ട. ലെഫ്റ്റ് ഔട്ട്. ഓക്കെ, നോക്കാം. Sonal, good morning. Yes, Shamas അത് പറഞ്ഞായിരുന്നല്ലേ. Yes, many incendiary activities are happening in social media, deemed to the pronunciation of Honorable CM and the media add fuel to the fire by manifesting spicy things to the stuff. Yes. Danya, good morning. Youth festival ended up without any problems. That's great. At last a gap on it, Aishwarya. At last, the problem wound down, but I think something started. Okay, great. I got a magic bullet for this problem. Kollam. Can you spell out the meaning of the word on paper? Of the word, of the phrase on paper. അല്ലേ പ്രവി, കാര്യം അതൊരു ഫ്രേസ് ആണ്, ഇറ്റ്സ് നോട്ട് എ വേർഡ്. 2 വേർഡ് വന്നാൽ അത് ഫ്രേസ് ആയി. മീനിങ് ആൻഡ് വേർഡ് മിക്സ് ആയിപ്പോയി. അതാണ് എനിക്ക് തോന്നിയത്. വെൻ യു ഗെറ്റ് any idea of flourishing our upcoming event, don't forget to write it on paper. അല്ല, റൈറ്റ് ഇറ്റ് ഓൺ പേപ്പർ വേണ്ട കേട്ടോ ലക്ഷ്മി. റൈറ്റ് ഇറ്റ് ഓൺ പേപ്പർ ഉണ്ട്, കാരണം ഓൺ പേപ്പർ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗിൽ വേണമെന്ന്. അപ്പോൾ പിന്നെ റൈറ്റ് ഇറ്റ് ഓൺ പേപ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസിന് മാറിപ്പോയി അല്ലേ, അത് വേണ്ട. റൈറ്റ് ഇറ്റ് ഓൺ പേപ്പർ, ഓൺ പേപ്പർ മതി കേട്ടോ, ഓൺ പേപ്പർ മതി. ഓക്കെ, അത് ശ്രദ്ധിക്കാം. An entrepreneur is molded with innovative business tackles, grappling with stake management to walk a fine line in the integrating economy. That's great. Having borne in mind to tweak in a setback, we must be rolled back our entire society. We must roll back അല്ലേ, our entire society. അല്ലെങ്കിൽ our entire society must be rolled back. Our entire society must be rolled back after precondition എന്ന് കൊടുത്താൽ കറക്റ്റാണ്. അത് ഈ പാസിവൈസേഷൻ കൊടുക്കണമെങ്കിൽ ആ സൊസൈറ്റിയെ റോൾ ബാക്ക് റിവേഴ്സ് ചെയ്യണം എന്ന് കൊടുക്കണം. അല്ലാതെ വി മസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആക്റ്റീവായി. ആക്റ്റീവ് ഫോമിൻ്റെ കൂടെ B+V3 കൊടുക്കല്ലേ ഗുരുദാസെ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു റോൾ ബാക്ക് ആഫ്റ്റർ ജോയിനിങ് something to succeed. Okay, that's great. Sita, good morning. The official meeting finally wound down. Yes. Partisans are walking a fine line to its party's status quo after their leader encompassed by negative referendum. Great. He rolled back the project contradictory to the plan. All right, that's great. I want the conditions on paper. Great, Nandita. Idan enikku conditions എഴുത്തിൽ വേണം അല്ലേ. Show me it on paper. Yes. The multinational companies had failed to bear in mind the needs of the ordinary people. Great. You are providing magic bullet to every student for creating a lot of sentences. I'm glad you said that. I want your explanation on paper. That's great. I want your apology on paper. എഴുതിത്തട എന്ന് പറയില്ലേ ആ സാധനം. No one will expect that Nandisha super. No one will expect that the game will end up
in a good way. Yes. Police roll back the foray happened in street. Great. Rindu ma'am spell out the editorial sessions every day. Rindu ma'am spells out every day. Appo Rindu ma'am is singular. Alle Rindu ennu parayna aalu singular aanu. Appo subject singular engil verb singular kodukka Aditya. Spells out. Okay. When we reached the theatre, the previous show had not winded aano Anube? Ippa njan paranju nirthiyullu njan adikku njan wound down. Ketto spelling out of new vocabulary spoon fed by Rindu ma'am, even if she has a tinge of monetary benefits. Okay. ഇനി കുറച്ച് ലൈക്ക് ആകാം. സുമ പിന്നല്ല, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു ലൈക്ക് ഇടാം അല്ലേ? വീഡിയോ കണ്ടുകൊണ്ട് ആ സുഖത്തിലിരിക്കുന്ന പിള്ളേരൊക്കെ ഒരു ലൈക്ക് ഇട്ടേ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ അല്ലേ? ഒരു സ്നേഹമൊക്കെ ഇങ്ങനെ ആകാമെന്ന്. ഹാവിംഗ് ബീൻ ലെഫ്റ്റ് ഔട്ട് ഹിസ് പാർട്ട്ണർഷിപ്പ്, he committed to suicide അല്ല, he committed suicide കേട്ടോ. he committed suicide, not committed to. Okay, yes, you should always bear in mind about your parents' sacrifices. പേരൻസിൻ്റെ അപ്പസ്ട്രോഫി കൊടുക്കാൻ വിട്ടുപോലെ ആദിത്യ, എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കേട്ടോ, അത് കൊടുക്കാം. ഓൾ റൈറ്റ്, യാ, that's it. Okay, many person ends up their draconian precondition, harsh precondition. Great Gurudase. Although the project's long-term vision seemed to be a success, it eventually ended up being a nullified worksheet in a technologically escalating society. Great. After a year-old protest from the farmers, the government rolled back the farm laws. Yes. John. Hello John. Welcome. നേരത്തെ വരണ്ടാണ്, ഇപ്പം വന്ന് പോയില്ലേ, ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ എത്തി. ഈ വെച്ച് നമുക്ക് നോക്കാം അല്ലേ, ഇനിയിപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ അല്ലേ? Yes, it is the honor of the prospect to manifest his citation on paper at the time of election rather than rhetoric. That's great. Please leave me out of this argument. I'm innocent. I'm innocent. In innocent spelling നോക്കിയാൽ INNOCENT, innocent. And that's right. എന്നെ വിട്ടുകള അല്ലേ, എന്നെ വിട്ടുപിടി. Governor explained against financial minister on paper to CM. Okay, complaint. I'm sorry. Explained. Governor complained against in a event. Government complaint against finance minister on paper to CM. Okay, that's great. Hi Babu, welcome. We have to wait a magic bullet. We have to wait for a magic bullet. Charate, we have to wait for a magic bullet for mathematical calculations of equal to MC square until 20th century. Yes, we had to wait for a magic bullet. Adu vittonda. KP Kuttan, good morning. The meeting ended up in a transgression though the leader pointed out a magic bullet for the setback. Yes, you should walk a fine line between your personal and professional life. That's great. എനിക്കിട്ടുള്ള കുത്താണോ എന്ന് എനിക്ക് ഡൗട്ട്, എന്നോടാണോ? യെസ്, യു ഹാവ് ടു ബാലൻസ് യുവർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ യെസ് ഐ ഹാവ് ടു, എൻ്റെ മനസ്സിൽ അതാ. Emasculation is a must in public library. Bear this in mind. Okay, I didn't attend the exam as expected because I left out പാസൻസ് വേണ്ട, കഴിഞ്ഞ കാര്യമല്ലേ ഷാംലി, I left out the important chapters കേട്ടോ. The hunger strike of JAIIB leads to end up her needs for the endosulfan victims. കേട്ടോ, അത് കൊടുക്കുക. The conclave wound down at 8 PM. Yes, great. അപ്പോൾ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. നമ്മുടെ കോഴ്സുകൾ അറിയാലോ, നമുക്കുള്ള കോഴ്സുകൾ എൻ്റെ കോഡ് അറിയാലോ, Y314 കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ FCIയുടെ ബാച്ച് 28-ാം തീയതി, അതായത് നാളെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്ത് നമ്മുടെ സെക്കൻഡ് ബാച്ച് ഫോർ FCI സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ SSCയുടെ രണ്ടാമത്തെ ബാച്ച് 31-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ അല്ലേ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ 50 days ക്രാഷ് ബാച്ചാണ്. ആൻഡ് ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ എക്സ്പെക്റ്റഡ് വേക്കൻസി നന്നായി കൂടുവാണ്. അതാണത് ഈ CGL വിളിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ SSCയുടെ ബാക്കി വരുമ്പോഴേക്കും എന്തായിരിക്കും, ഒരുപാടുണ്ട് കേട്ടോ. ഇത് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ ഓർത്ത് നമ്മൾ മുന്നിൽ കാണുന്നത് നമ്മുടെ GD വരുന്നുണ്ട്, CHSL വരുന്നുണ്ട്, MTS വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് അപ്ലൈ ചെയ്ത് ഉറപ്പായിട്ടും എഴുതി അറ്റംപ്റ്റ് ചെയ്തിരിക്കണം, പഠിച്ചെഴുതണം കേട്ടോ. മാർക്ക് കിട്ടുക മാത്രമല്ല, ഇത്തവണ നിങ്ങൾ എന്താണ് നിങ്ങൾക്കിത് ഇത്തവണ നിങ്ങൾക്ക് അതൊരു ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് കയറി എന്താ പറയുക, അത് കളയാൻ നമുക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ വരാൻ പോകുന്ന BDO അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ മുൻകൂട്ടി കൂട്ടി കണ്ട് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ പുതിയ ബാച്ച് ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം November 4th. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഷടപടയിൽ ജോയിൻ ചെയ്യുക. Y314 ആണ് നമ്മുടെ കോഡ് കേട്ടോ, മറക്കണ്ട. അടുത്തത്, ലെറ്റ്സ് മൂവ് ടു ദ വേർഡ്സ് പീപ്പിൾ. പെർസിസ്റ്റൻ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ് ആണ്. പെർസിസ്റ്റൻ്റ്ലി LY ഇട്ട് കൊടുത്തപ്പോൾ അത് നൗണായി.
ഐ മീൻ സോറി അഡ്വേർബായി അല്ലേ, എൽ വൈ ഇട്ടപ്പോൾ അത് അഡ്വേർബായി. അപ്പോൾ പെർസിസ്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി, കോൺസ്റ്റൻ്റ്ലി, കണ്ടിന്യൂസ്ലി, സ്റ്റഡിലി, ടെനേഷ്യസ്ലി എന്നൊക്കെയാണ് പെർസിസ്റ്റൻ്റ്ലി. അതിങ്ങനെ തുടർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലേ, ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അതാണ് പെർസിസ്റ്റൻ്റ്ലി. പെർസിവറൻസ് ഒക്കെ പെർസിസ്റ്റൻസിന് പറയില്ലേ, അതേപോലെ ഓർത്തോണം കേട്ടോ. ലൈവിൽ ഇത്രയും പേരുണ്ട്, എന്നിട്ട് ലൈക്ക് പോരല്ലോ പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് അല്ലേ, അല്ലേ, ഒരു സ്നേഹമാകാം. ഏത് നോക്കട്ടെ. Farmers are struggling to find a magic bullet against a wildlife attack. Yes. My mother is an expert in making magic bullet to all my problems. That's great. An attributed setback proceeded to end up by rolling back of authorities. Okay, setback proceeded to end up by rolling back of authorities. Okay. We can't roll back the time, so don't waste your time. Waste time. Yeah, that's great. You should spell out the incident. Okay. Owing to the tight schedule, we leave out the mediocre thing in editorial session. Yes, we did. We are walking a fine line in life. Please do not try to interrupt our life matters. Okay, that's great. എൻ്റെ KP കൂടെ നിന്നെ കൂടെ ഞാൻ തോറ്റു. Mumbai airport completely switches to renewable energy resources, conserving million tons of conventionally utilized non-renewable energy, which in turn, gap idane, is a magic bullet to severe environmental hazards. Great. SBI Clerk hall ticket നിങ്ങൾക്ക് ഇത് കിട്ടുമല്ലോ, ഇത് കിട്ടും കേട്ടോ. SBI ഉടനെ തന്നെ വരും കേട്ടോ, അതിൽ പേടിക്കണ്ട. അതിന് ലെറ്റ്സ് വെയിറ്റ് ഫോർ സം ടൈം കേട്ടോ. ഹി വിത്ത്ഹോൾഡഡ്, വിത്ത്ഹോൾഡഡ് അല്ല, ഹോൾഡിൻ്റെ പാസ്റ്റൻസ് ഹെൽഡ് ആണ്. അപ്പോൾ സുമി ഹി വിത്ത്ഹെൽഡ് ടു ഗിവ് ഹിസ് അപ്പോളജി ഓൺ പേപ്പർ കേട്ടോ, അത് കൊടുക്കാം. ദേവമായ ഗുഡ് മോർണിംഗ്, വെൽക്കം വെൽക്കം. യെസ്, അപ്പോൾ നോക്കാം. അടുത്ത പെഗ് കേട്ടുണ്ടോ? പെഗ് നമുക്കറിയാം, ഞാൻ അന്നും പറഞ്ഞു. പെഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാവുന്നൊരു പെഗ്ഗുണ്ട്. ആ പെഗ്ഗല്ല ഈ പെഗ്. ഈ പെഗ് എന്ന് പറഞ്ഞാൽ നെയിൽ, പിൻ അല്ലെങ്കിൽ സ്പൈക്ക്, നൗണ്. വെർബായിട്ട് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ പിന്നൊക്കെ കുത്തി വെക്കുന്നത്? ഫിക്സ് ചെയ്ത് വെക്കുക, ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ, അറ്റാച്ച് ചെയ്യാൻ, ഹോൾഡ് ഡൗൺ ചെയ്യാൻ, പിടിച്ച് നിർത്തും അവിടെ എവിടെയും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഹോൾഡ് ഡൗൺ, കീപ് ഡൗണിന് വേണ്ടിയിട്ടാണ് പെഗ് പറയുക. അപ്പോൾ പെഗ് എന്ന് പറയുന്നത് നൗണായിട്ടും വെർബായിട്ടും ഉപയോഗിക്കാം. അടുത്ത് അവന്യൂ അല്ലേ, ഇന്ന അഡ്രസ്സൊക്കെ പറയുമ്പോൾ ചിലർ പറഞ്ഞേക്കാം 6th Avenue ഇന്ന ശിവാജി നഗർ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാത്ത്, ലൈൻ, കൈൻ, ഗോഡ്, എന്താ റിൻഡു, ലൈനാണ്. ഇറ്റ്സ് നോട്ട് കൈൻ, ഇറ്റ്സ് ലൈൻ. മിസ്റ്റേക്ക് അഗൈൻ, ടൈപ്പ് ആണ്. ലൈൻ, അവന്യൂ, പാത്ത്, ലൈൻ, ഡിറക്ഷൻ, അപ്രോച്ച്, മെത്തേഡ്, അതിനാണ് അവന്യൂ എന്ന് പറയാം. അടുത്ത അഡിയർ. ഞാൻ അഡിയർ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, അഡിയർ പറയുമ്പോൾ യു ഹാവ് ടു യൂസ്, ഓർത്തിരിക്കുക, അഡിറൻറ്റ് എന്ന ഇതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട്, അഡിറൻസ് എന്ന നൗൺ ഫോർമുലേഷനും ഉണ്ട് കേട്ടോ. അഡിയർ ചെയ്യുക എന്ന് പറയുന്ന വേർബും അഡിയറൻറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവും അഡിറൻസ് എന്ന് പറയുന്നത് നൗണുമാണ്. അപ്പോൾ അഡിയർ ചെയ്യുന്ന സ്റ്റിക്ക് ഫാസ്റ്റ്, കൂടി ചേർന്ന് നിൽക്കുക ഒരു കാര്യത്തോട് അല്ലേ, അറ്റാച്ച് ചെയ്ത് നിൽക്കുക, കൊഹിയർ ചെയ്യുക എന്നൊക്കെ പറയും. അതേ സാധനം കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുക, ഫോർമലായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അഡിയർ ടു സംതിങ് ആണ്, ടു എന്ന ഫിക്സഡ് പ്രൊപ്പോസൽ അതിൻ്റെ കൂടെ ഉണ്ട്. അഡിയർ ടു സംതിങ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് യു ഫോളോ സംതിങ്, അല്ല ഒരു കാര്യത്തോട് ചേർന്ന് നിന്ന് അതിനെ ഫോളോ ചെയ്യുന്നതിനാണ് അഡിയർ ടു സംതിങ് പറയുക. ടു ആണ് ഫിക്സഡ് പ്രൊപ്പോസിഷൻ. കംപ്ലൈ വിത്ത്, കംപ്ലൈഡൂടെ വിത്ത് ആണ് ഫിക്സഡ് പ്രൊപ്പോസിഷൻ അല്ലേ. അബൈഡ് ബൈ, അബൈഡിലൂടെ ബൈ ആണ് ഫിക്സഡ് പ്രൊപ്പോസിഷൻ. ഓർത്തോണം, കംപ്ലൈ വിത്ത്, അബൈഡ് ബൈ, അഡിയർ ടു മീനിങ് ആണ്, അതിൻ്റെ മീനിങ്സ് ഓർത്ത് വെച്ചോണം. അടുത്ത കേർബ്, നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. കേർബ് ചെയ്യുക ഓർ കേർബ് എന്ന് പറഞ്ഞാൽ റിസ്ട്രെയിൻഡ് അല്ലെങ്കിൽ റിസ്ട്രിക്ഷൻ, ചെക്ക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് വേർബായിട്ട് പറയുമ്പോൾ കൺട്രോൾ ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക. ഓ ഗോഡ്, അഗൈൻ നോട്ട് അഗൈൻ ഉണ്ടോ. ഇന്ന് ഉറക്കമായിരുന്നു, എന്താ എൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവും. ഐ എം സോ സോറി. ഒരു 6 വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, യാ, റെസ്ട്രിക്റ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ഓർത്തോണം. ദാറ്റ് ഈസ് കേർബ്, മറക്കണ്ടേ. ഓക്കെ ഓക്കെ, യെസ്. പെർസ്യൂ യുവർ പ്രിപ്പറേഷൻസ് പേഴ്സണലി. ഹായ് മിഥുൻ. മീഡിയോക്കറിന് ബോറിങ്, മീഡിയോക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ഓർഡിനറി എന്നാണ് മീഡിയോക്കറിൻ്റെ അർത്ഥം. അതായത് സാധാരണ നടക്കുന്ന കാര്യമില്ലേ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സ്ഥിരമായിട്ട് നടക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ മോണോട്ടണസ് വൺ, അതാണ് ഉദ്ദേശിക്കുന്നത്. മീഡിയോക്കറിൻ്റെ അർത്ഥം എന്നാ നിനക്ക് മനസ്സിലായോ? ഒരു ഐ എം ലീഡിങ് എ മീഡിയോക്കർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്നും സ്ഥിരമായിട്ടൊരു ബോറിംഗ് ആയിട്ടുള്ള ലൈഫ് എന്നൊരു അർത്ഥം വരില്ലേ, ആ അർത്ഥം അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ബോറിംഗ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ആ മീനിങ് അല്ല, സിനോണിമസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ വിനു. കാര്യം എന്നും നടക്കുന്ന കാര്യത്തിനാണ്, സ്ഥിരമായിട്ട് അത് തന്നെ. ഇറ്റ്സ് എ യൂഷ്വൽ പാറ്റേൺ. ഓർഡിനറി ആയിട്ട് എന്നും അത് തന്നെ നടക്കുന്നത്. ദർ ഇസ് നത്തിങ് എക്സ്ട്രോർഡിനറി ഇൻ ഇറ്റ്, അതാണ് കാര്യം. മനസ്സിലായി കാണുമായിരിക്കും. ബിഫോർ ഗെറ്റിംഗ് മാരിഡ് I was persistently concentrating on my studies കേട്ടോ.
before getting married, I was persistently concentrating. I was വന്നിട്ടുള്ളതുകൊണ്ട് ing കൊടുക്കുക. persistently concentrating on my studies. പഠനത്തിൽ on my studies കൊടുക്കണം കേട്ടോ ശരത്തെ. By persistently attending editorial sessions, he ended up in achieving success, which was considered a milestone. Oh my God, that's so great here. Please beg Aadhaar copy with this application. Yes, attached. Persistent efforts is the avenue to success. Is alla persistent efforts ആണ് subject എങ്കിൽ അത് plural അല്ല അമല, are the avenue to success, are the path കേട്ടോ. We should work persistently to crack competitive exams. Yes, we should. He's always on tenterhooks about his exams rather than persistently practicing mock tests. All right. Show me some love and support pegged by Rindu ma'am in her classes. എന്താ ചെയ്യാന്നല്ലേ, സ്ഥിരമായി പോയെന്നല്ലേ. It's like fixed. Yeah. Try to study persistently, otherwise we won't get it. Great. Peg your girlfriend, otherwise it may change your life. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Oh my God. Please peg the copies of your mark list with the application form. Practice persistently. തന്നെ അവിടെ പ്രാക്ടീസ് വേർബ് കൊടുക്കണ്ടേ. അപ്പോൾ ആ പ്രാക്ടീസ് എന്ന് പറയുന്നത് SC ആണ്. PRACTISE. പ്രാക്ടീസിൻ്റെ അഡ്വൈസർ, പ്രാക്ടീസ്, ലൈസൻസ് ഒക്കെ SC വന്ന വേർബ്, C വന്ന നൗൺ. അതായത് ലാസ്റ്റത്തെ എസ് കേട്ടോ, ലാസ്റ്റത്തെ SC C ഉള്ളത്. C വന്ന നൗണും SC വന്ന വേർബ്. അപ്പോൾ വേർബ് അല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത് തന്നെയാണ്. പ്രാക്ടീസ് ചെയ്യുക. പേഴ്സണലി ഫോർ ഇംപ്രൂവിങ് യുവർ ഇംഗ്ലീഷ് അല്ലേ. പറയാം നോട്ടീസ് ബോർഡിൽ എന്തെങ്കിലും പിൻ ചെയ്ത് വെക്കുന്നതിന് പറയാം പെഗ് ചെയ്യാന്ന് പറയാം. അതാണല്ലോ അറ്റാച്ച് ചെയ്യുക, ഫിക്സ് ചെയ്യുക. പറയാടാ. I persistently falling into the loop of laziness. നിഷികാന്ത് ഹായ്. എന്താ ചെയ്യല്ലേ, മടി വരികയെന്ന്, എന്താ ചെയ്യാന്ന്. ഓ ഗോഡ്, യു ഷുഡ് പ്രാക്ടീസ്. ഷാമിലി ഈ പ്രാക്ടീസ് വീണ്ടും പറഞ്ഞു. PRACTISE പ്രാക്ടീസ് വേർബാണ്. പെർസിസ്റ്റൻ്റ്ലി then you will win the competition. Okay, I'll practice persistently till achieving my goal. Till achieving my goal achieve ചെയ്യുന്നവരല്ലേ, till achieving my goal എന്ന് കൊടുത്തു. അല്ലെങ്കിൽ till I achieve my goal എന്ന കറക്റ്റാണ് കേട്ടോ. അവിടെ ഒരു ഐയും കൂടി ഇട്ട് കൊടുത്ത് ടില്ല് കഴിഞ്ഞിട്ട് അടുത്ത ടില്ല് ഒക്കെ കൊടുക്കുമ്പോൾ അടുത്ത ഇത് നമുക്ക് അവിടെ ഒരു കൺജങ്ഷൻ ആയിട്ട് ടില്ല് ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് I achieve കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റാണ് ഐശ്വര്യ. I will practice persistently till I achieve my goal. We must have a persistent effort to crack competitive exams. Yes, leech is an organism which adhere on adhere to our body to suck the blood. Yeah, doctors cited that there's a small peg will there's a small peg in the there's a small peg occurred in the ECG, so we need to curb one more time. നോക്കണേ, doctor cited that there is a small peg occurred in the sea. അവിടെ വില്ല് വരില്ല കേട്ടോ, അവിടെ വില്ല് വരില്ല. ദാറ്റ്സ് റോങ്. ഡോക്ടർ പറഞ്ഞു എന്നല്ലേടാ, അപ്പോൾ അതെങ്ങനെ വില്ല് അവിടെ വരിക? നെവർ കേട്ടോ. Don't adhere to obsolete ideologies. Open up yourself to novel avenues of thought. നോവലിൻ്റെ സ്പെല്ലിംഗ് എന്താ? എന്നോ പുതിയത് അർത്ഥം. ഓ യെസ്, ഇറ്റ്സ് റൈറ്റ്. കറക്റ്റാ ചെയ്ത. ഹി പെഗ് ദ പ്ലാന്റെയിൻ വിത്ത് റോപ്പ്. കിട്ടിയിട്ടു, കൊള്ളാം, കറക്റ്റാണ്. മേക്ക് പെർസിസ്റ്റൻ്റ്ലി ആക്ഷൻ. പെർസിസ്റ്റൻ്റ്ലി ആക്ഷൻ അല്ല ഹർഷതെ, പെർസിസ്റ്റൻ്റ് ആക്ഷൻ. നീ അത് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണമെങ്കിൽ പെർസിസ്റ്റൻ്റ് മതി, LY വേണ്ട കേട്ടോ. അപ്പോൾ കൊടുക്കാം മേക്ക് പെർസിസ്റ്റൻ്റ് ആക്ഷൻ, ഇറ്റ് വിൽ മോൾഡ് യുവർ ഫ്യൂച്ചർ. A persistently dedicated effort is an inevitable component for one's success in a competitive examination. Yes, it is. Okay, നെഗറ്റീവ് സെൻസ് വരുമോ അറിയാൻ വേണ്ടി ചോദിച്ചു. നെഗറ്റീവ് സെൻസ് വരും അക്കോർഡിംഗ്ലി അത് വരും, ഒരു പ്രശ്നമില്ല. പക്ഷേ മീഡിയോക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരെന്ന അർത്ഥത്തിൽ അല്ലേ, അതാ നീ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. ഫേക്ക് ഫ്രണ്ട്സ് അഡിയർ ടു തോട്ട് ആൻഡ് ആക്ട്സ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫയബിൾ. യെസ് അല്ലേ, തെറ്റ് കണ്ടാൽ ഇത് തെറ്റാന്ന് പറയുന്നവരാണ് ഫ്രണ്ട്സ്. അതാ ഷംബാസ്. ഹർ കോട്ട് ഹങ് ഓൺ എ പെഗ് ബൈ ദി ഡോർ. ഗ്രേറ്റ്. KP കുട്ടൻ, ഐ ലൈക്ക് അവന്യൂസ് സറൗണ്ടഡ് ബൈ ട്രീസ്. ഗ്രേറ്റ്. He persistently disturbed her from attending editorial session. It ended in a family feud. അയ്യോ, പ്രവി ആരെ പറ്റിയ? ഹസ്ബൻഡിനെ പറ്റിയാണോ പറയുന്നത്? ആരാ ശല്യപ്പെടുത്തിയ പ്രവി ആരാ ഇവിടെ ശല്യപ്പെടുന്നത് അല്ലേ? She decided to curb her rude behavior. That is great. തോട്ട്സ് ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് എന്താ പറയുക കത്തിയത്. My parents curbed me from attending the college tour. എന്താ ചെയ്യുക അല്ലേ പേരൻസേ? There are some curbs to attend the examination. Okay, limitations എന്നർത്ഥം അല്ലേ, restrictions. Persisting climate change is a major issue for everyone, especially farmers. Yes, persisting climate change. Yes, it is.
Finally, he was able to adhere to the new working environment. I can't curb my desire over my passion because that is me. Kollam Sharathe, Miguel Kollam. Yeah, my puppy was missed. Our inquiry is persistently waste still. Okay, that's great. Persistent waste. Persistently waste അല്ല, persistent waste. അവിടെ waste എന്ന് പറയുന്നത് നൗണായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നൗണിൻ്റെ കൂടെ adjective കൊടുക്കുള്ളൂ, adverb കൊടുക്കില്ല കേട്ടോ. ഹാവ് മോളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. He was been persistently working for 2 years. He has been, okay, that's great. You should adhere with the instructions of your, adhere with അല്ല, adhere to കേടാണ് സുമി. അതാ ഞാൻ പറഞ്ഞത്, adhere to, comply with, abide by. Fixed prepositions ആണേ. You should persistently attend the editorial session. You should, yes. At first NV is always adhere to his, our first NV, അതാണ് ഉദ്ദേശിച്ചത്, his character, and now it became an inevitable part of his life. Editorial session show an avenue to improve English language. സെഷൻ അല്ല സിംഗുലർ അല്ലേ, അപ്പോൾ ഷോസ് വേർബ് സിംഗുലർ കൊടുക്കണേ ഹർഷദേ. എഡിറ്റോറിയൽ സെക്ഷൻ, സെക്ഷൻ അല്ല, പാർട്ടല്ല, സെഷൻ. എഡിറ്റോറിയൽ സെഷൻ, എഡിറ്റോറിയൽ ക്ലാസ്, ആ ഒരു സെഷൻ. സെക്ഷൻ എന്ന് പറയുമ്പോൾ പാർട്ട്, ആ ഒരു ഭാഗം എന്നാണ് അർത്ഥം. വ്യത്യാസമുണ്ട്. സെഷൻ ഷോസ് കൊടുക്കണം. ഓക്കെ. ഗവൺമെൻറ് ഈസ് കർബിംഗ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആസ് മച്ച് ആസ് ദേ കുഡ്. ഗ്രേറ്റ്. Now I got the avenue to solve the questions in QA. We can peg a target and try to achieve it persistently. Great. Pegging of supporting documents is mandatory when auditor is scrutinizing. Okay. കുഴപ്പമില്ല വിനു, അശ്രദ്ധ അല്ലേ. An ideal democracy's avenue pegs people that curbs persistently, that curbs അല്ല, people that curb persistently and avoid manufacturing in democratic business. നമ്മളവിടെ പീപ്പിൾ അല്ല കൊടുത്തേക്കുന്നത്, ദാറ്റിന് തൊട്ടുമുമ്പുള്ള ആൻറ്റിസിഡൻറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ കേർബ്സ് കൊടുക്കാൻ പറ്റില്ലല്ലോ, പീപ്പിൾ പ്ലൂറൽ അല്ലേ ഗുരുദാസെ, അപ്പോൾ കേർബ് കൊടുക്കാം. ഹി ലിഫ്റ്റഡ് ഹിസ് ഹാറ്റ് ഫ്രം എ പെഗ് ഓൺ ദ വാൾ. ഓൾ റൈറ്റ്. ഓൺ മൈ വാട്ടർ പംപ്സ് മോട്ടോ, വാട്ടർ പമ്പ് മോട്ടോ, ഓൺ മൈ വാട്ടർ പമ്പ് മോട്ടോ, പമ്പ്സ് വേണ്ടടാ, ഫ്യൂസ്ഡ് വൺ മൈ, അയ്യോ വൺ അല്ലല്ലോ, ഓൺ ആണോ നീ ഉദ്ദേശിച്ചത്? ഫ്യൂസ് ഡ്യൂറിങ് one of ഇത് കൊടുക്കുക, one of my water pumps, one of my water pump motors fused during working persistently overriding. അങ്ങനെ കൊടുക്കുക. The avenue towards success is always adherent to hard work. Yes. Adhere to basics for success in life. Yes. IDB Bank adhering to their newly launched FD scheme is about to witness a hike in the capital in line with increasing consumers and dampen interest rate for about 6.4%. Yes. Don't go over the same avenue most people are entering. Choose the other one. The road not taken, one doesn't choose because it may be the less busiest avenue to reach properly and quickly. ശരത്തെ നീ നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് കളിക്കുക കൊള്ളാട്ടോ. I peg a picture of mine on my room for getting inspiration. അനുവേ അത് കൊള്ളാലോ. നീ നിൻ്റെ ഫോട്ടോ എടുക്കണോ? എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ എൻ്റെ ഫോട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഐ എം ജസ്റ്റ് ഇമാജിനിങ്, ഞാനത് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കൊള്ളാലോ ഒന്ന്. എനിക്കുമ്പോഴേ ആഹാ അനൂപ് കൊള്ളാം കൊള്ളാം. Persistent efforts are needed to curb drug abuse. കൊള്ളാം. Persistent disgruntlement led to filing a divorce case. കൊള്ളാം. Curb your unnecessities അല്ലല്ല, curb your unnecessities is not right. To adhere to studies, curb your necessity എൻ്റെ ഇത് unnecessity അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. I'll just check it out. ഇപ്പോൾ ഒരു സെക്കൻഡ് ഇത് കഴിഞ്ഞിട്ട്. Looting of natural resources persistently resulted in scarcity of resources. Great. I'll come on time. You just email details of avenue. That's great. Now adhere to friends, those who are vitiating your future. Okay. The avenue that you found yesterday was awesome. Great. I was able to adhere to my new job. That's great. Delhi government implemented many measures to curb the air pollution as the air quality deteriorates due to the firecrackers in connection with the Deepavali festival. Yes. എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ ദില്ലിയിൽ. കാര്യം പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നത്, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് അല്ലേ. ഇനിയിപ്പോൾ അടുത്ത സീസൺ, ഇപ്പോൾ ഹാർവസ്റ്റ് സീസൺ വരുമ്പോഴേക്കും അടുത്തത്. Peg the goal in your mind and work persistently. Yes. Persistent negative citation of Rin to miss about Rijin sir ended up in a quarrel. Time ആയി. Moving on. എൻ്റെ പൊന്നെ. Yes, it's time. അടുത്തത് accrue എന്ന വാക്ക് നോക്കിയേ. accrue എന്ന വാക്കിൻ്റെ അർത്ഥം റിസൾട്ട് ചെയ്യുക. accrue വേർബാണ്. റിസൾട്ട് ചെയ്യുക, അറൈസ് ചെയ്യുക, ഒറിജിനേറ്റ് ചെയ്യുക കേട്ടോ, അതർത്ഥമാണ്. എൻസ്യൂ ചെയ്യുക, എമിനേറ്റ് ചെയ്യുക, ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ accrue എന്ന് പറയുന്ന അർത്ഥം. അടുത്ത ഗ്രാപ്പിൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു വാക്കാണ്. റെസിൽ ചെയ്യുക, ഫൈറ്റ് ചെയ്യുക, ടസിൽ ചെയ്യുക, സ്ട്രഗിൾ ചെയ്യുക, ബാറ്റിൽ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ആൻഡ് മീഗർ, നമുക്കറിയാം മീഗർ തുച്ഛമായ, ഇനാഡിക്വേറ്റ് അഡ്ജക്റ്റീവാണ്.
തുച്ഛമായ, inadequate, scanty, paltry, insufficient. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മീഗർ എന്ന് പറയാം. വളരെ കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷനാണ് മീഗർ. അടുത്ത ട്രജക്ടറി, പാത്ത്. ആ ഒരു ട്രജക്ടറി ശരിയല്ല. പാത്ത്, റൂട്ട്, വേ, ഡിറക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതാണ് ട്രജക്ടറി. അടുത്ത ഗേജ് ചെയ്യുക ഓർ ഗേജ്. ഗേജ് എന്ന് പറഞ്ഞാൽ സൈസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്ന് നമുക്ക് പറയാമേ. അതിന് ഗേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. സ്ക്രൂ ഗേജ് ഒക്കെ അറിയത്തില്ലേ? സ്ക്രൂ ഗേജ് നമ്മൾ ഉപയോഗിക്കുന്നത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഗേജ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റും ഉണ്ട് കേട്ടോ, അത് വേറൊരു കാര്യം, അതുകൂടെ ഓർത്ത് വെച്ചോളാം. സോ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. Okay. Due to the curve of COVID-19, I couldn't attend the marriage of my best friend. I couldn't attend the wedding. ഇന്നലെ ഞാൻ പറഞ്ഞത് മാരേജും വെഡിങ്ങും രണ്ടാ. മാരേജ് ദാമ്പത്യമാണ്, കല്യാണം ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ്സ് വെഡിങ് കേട്ടോ. തന്നെയാ വെഡിങ് ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. Filtering out pessimistic thoughts might aid you to modulate your mental health and curb your rage. That's great. Our team ought to adhere to this session that persistently comply with our ability to proceed in English. That's great. I was disqualified for wedding function not adhering to my wedding letter properly. Not adhering to my wedding letter or wedding invitation properly. The market fell persistently amid inflation. That's great, John. The ideas imparted by Gandhiji, Ambedkar and Nehru paved the avenue towards strengthening democratic values of our nation. Curbing a public servant from exercising his duties is punishable. Great. അടുത്തുള്ളൊരു പോവാണേ. ആൻഡ് ലാസ്റ്റ് സെറ്റിലോട്ട് പോകട്ടോ. നമ്മുടെ SBPO SBI Clerk ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ബാങ്ക് ക്ലാസ്സുകൾ നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ. ഫൈനൽ സെറ്റിലോട്ടും കൂടെ ഞാൻ പോവാണ്. വേഗം പോവാണ്. നിങ്ങൾ സെൻറ്റൻസ് പെട്ടെന്ന് തരും കേട്ടോ. കാര്യം നമുക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം, സമയം കളയണ്ടല്ലോ, അതുകൊണ്ടാണ്. യെസ്, നോക്കിയേ. സജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സെൻറ്റൻസ് ആണ്, അല്ല വേർഡാണ്. സൈറ്റ് എന്ന് പറഞ്ഞാൽ സജസ്റ്റ് ചെയ്യുക, റെഫർ ടു സംതിങ് ഓർ മെൻഷൻ ചെയ്യുക അല്ലേ. ഒരു കാര്യത്തെ നമ്മൾ സൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ സജസ്റ്റ് ചെയ്യാണ്, റെഫർ ചെയ്യാണ്, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാണ്. ഓർ സൈറ്റിന് വേറൊരു അർത്ഥമുണ്ട്, നമ്മളൊരാളെ പ്രശംസിക്കുക, പ്രൈസ് ചെയ്യുക, കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്നൊരർത്ഥം കൂടിയുണ്ട് സൈറ്റിന്, രണ്ടർത്ഥം. അപ്പോൾ സൈറ്റ് പറയുമ്പോൾ മറ്റ് സൈറ്റുകൾ മറന്നു പോകരുത്. സൈറ്റ് നമ്മുടെ ഈ സൈറ്റ് SIGHT സൈറ്റ് കാണുക അല്ലേ, കാണുക ആ സൈറ്റും ഉണ്ട്. അതുപോലെ നമുക്ക് വേറൊരു സൈറ്റ് കൂടെ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് SIT സൈറ്റ്, ലൊക്കേറ്റ് ചെയ്യുക. വേർബായിട്ടും വരും, നൗണായിട്ടും ഉപയോഗിക്കുന്ന സാധനം സൈറ്റ്, മറക്കണ്ട. അടുത്ത ഓവർസൈറ്റ്. സൈറ്റ് പറഞ്ഞപ്പോൾ ഓവർസൈറ്റ് വരുന്നത്. ഓവർസൈറ്റിന് രണ്ടർത്ഥം ഉണ്ടേ. It was an oversight, it was a mistake, it was a flaw, it was an error. Oversight. എന്നാൽ ഓവർസൈറ്റിന് വേറെ അർത്ഥമുണ്ട്. നമ്മൾ ഒരാളുടെ മുകളിൽ അവർ ഓവർസൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനർത്ഥം സൂപ്പർവിഷൻ. ഓവർസൈറ്റ് ചെയ്യല്ല, ഓവർസീ ചെയ്യുക. ഓവർസിയർ ആണ്, തല്ലല്ലേ അല്ലേ, സൂപ്പർവൈസർ ആണെന്ന് അർത്ഥം. അപ്പോൾ ഓവർസൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഓവർസൈറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർവിഷൻ അല്ലെങ്കിൽ സർവൈലൻസ് എന്നൊക്കെയാണ് അർത്ഥം. അതാണ് ഓവർസൈറ്റ്. ഓക്കെ. അടുത്തത് ട്വീക്ക്. നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കുന്നത്. ഇച്ചിരി തിരക്കുള്ളതുകൊണ്ടാണ് ഓടിപ്പോകുന്നത് നമ്മൾ. കാര്യം നമുക്ക് ആർട്ടിക്കിൾ വായിക്കണ്ടേ. ട്വിസ്റ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് ട്വീക്ക് എന്നർത്ഥം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ട്വിസ്റ്റ്, പുൾ, അഡ്ജസ്റ്റ് ഒക്കെയാണ് അതിൻ്റെ വേർബ് ഫോർമുലേഷൻ. പിന്നെ ഡെൻറ്റ്. ഡെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിഡക്ഷനുണ്ട്, കുറയുക അല്ലേ, ഡിമിനിഷിങ്, അതിനൊരു കുഴി എന്നൊക്കെയാണ് ഡെൻറ്റിൻ്റെ അർത്ഥം. വേർബുമായിട്ട് പറയുമ്പോൾ ഡിമിനിഷ് ചെയ്യുക, ലെസൺ ചെയ്യുക, വീക്കൺ ചെയ്യുക എന്നൊക്കെ പറയും. പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇന്നലെയും പറഞ്ഞു മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു. അസെൻറ്റ്. ഈ അസെൻറ്റ് ASCENT നൗണാണ്. നിങ്ങൾക്ക് വേർബ് കൊടുക്കണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ASCEND. വേർബ് ആണെങ്കിൽ D വരണം കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. T ആണെങ്കിൽ നൗണാണ് അസെൻറ്റ്. അസെൻറ്റ് വരുമ്പോൾ കൺഫ്യൂസിങ് വേർഡ് മറന്നു പോകേണ്ട. അസെൻറ്റ് എന്ന് പറയുന്നതിന് വേറൊരു കൺഫ്യൂസിങ് വേർഡ് കൂടെ ഉണ്ട്. ഒരു അസെൻ്റ് കൂടെ ഉണ്ടല്ലോ, ഞാൻ വിട്ടുപോയി. അക്സെൻ്റ് അല്ലല്ലോ, അസെൻ്റ് ഒരു അസെൻ്റും ഉണ്ട്. ആ ഒരു സ്പെല്ലിംഗ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഒരു സെക്കൻഡ് ഞാൻ നോക്കാം. അപ്പോഴേക്കും ഈ അസെൻ്റ് മീനിങ് പറയാം, ക്ലൈംബ് ആണ് കേട്ടോ. അല്ല, വിട്ടുപോയില്ല, കയ്യിലുണ്ട്, വിട്ടുപോയില്ല. ഇത് അസെൻ്റ്. ASSENT നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാം. അഗ്രി ചെയ്യുക അല്ലേ, അഗ്രി ചെയ്യുക എന്ന് പറയും, അഗ്രിമെൻ്റ് എന്ന് പറയും. കൺസെൻറ്റ്, അസെൻറ്റ്, കൺസെൻറ്റ് നൗണായിട്ട്. വേർബായിട്ട് വരുമ്പോൾ അഗ്രി ചെയ്യുക അല്ലേ, അഗ്രി ചെയ്യുക എന്നർത്ഥമാണ് അസെൻറ്റ്. നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം, ഓർത്തോണം. അസെൻറ്റ്, ക്ലൈം, കോൺക്വസ്റ്റ് അല്ലെങ്കിൽ റൈസ്, ലോഞ്ച് എന്നൊക്കെയാണ് ഈ അസെൻറ്റിൻ്റെ അർത്ഥം. നൗൺ തന്നെയാണത്, പക്ഷേ അതിന് വേർബ് വേണം. ക്ലൈംബ് ചെയ്യുക, റൈസ് ചെയ്യുക എന്നർത്ഥമാണെങ്കിൽ അസെൻറ്റ് എന്ന D വേണം കേട്ടോ, ഓർത്തോണം. അപ്പോൾ നിങ്ങൾ നൗണും വേർബ് മാറിപ്പോയിരുന്നു. നൗണും വേർബ് മാറിപ്പോയാൽ നമുക്ക് എന്ത് വരും, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഗ്രാമാറ്റിക്കലി തെറ്റാവും. അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്കത് വി കെ നോട്ട് അഫോർഡ് ദാറ്റ്, അവോർഡ് ടു ലൂസ് ദാറ്റ്, അതൊന്ന് ഓർത്തോണം. യാ, ഓൾ റൈറ്റ്. ലെറ്റ് മീ സി, സെൻറ്റൻസും കൂടെ നോക്കട്ടെ. യാ,
I pegged the photo of Sanju Samson in my YT profile for motivation. He accrued the prescription. He accrued. അല്ലെങ്കിൽ accrues കൊടുക്കുക കേട്ടോ. He അല്ലേ നന്ദിത. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആക്കി verb സിംഗുലർ കൊടുക്കുക. Avenue towards success is not an easy one. That's great. Home Minister can't curb the police actions and it cause CAUSC കേട്ടോ. It കോസ്റ്റോ അല്ലെങ്കിൽ കോസസ് കൊടുക്കുക കേട്ടോ. കാരണം ഇറ്റ് സബ്ജക്റ്റ് സിംഗുലർ അല്ലേ ഹർഷദേ. ഇറ്റ് കോസസ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇൻ കേരള ഇൻക്ലൂഡിംഗ് ലാസ്റ്റ് അവാൻസ് ഇഷ്യൂ. including last Javan's issue. His toxic nature will eventually accrue to his solitary life. The accrue of imposing tax on essential commodities is a dual, influencing vivid levels of human community differently. He grappled to support his family with a meager income. Okay. They make 3 oversights. 3 mistakes ആണെങ്കിൽ 3 mistakes. The fund was meager to carry out the program and it accrued in grapples between grapple ചെയ്യുക. ഇറ്റ്സ് verb not noun. noun അല്ല കേട്ടോ അമല. ഇറ്റ്സ് നോട്ട് noun കേട്ടോ. അപ്പം നമുക്ക് വേഗം ആർട്ടിക്കിളോട്ട് ഇറ്റ്സ് ഓൾറെഡി ടൈം 5 മിനിറ്റുള്ള ആർട്ടിക്കിളോട്ട് പോകണേ. സമയം പോവാണ്. ആർട്ടിക്കിളോട്ട് പോകണം. നമ്മൾ ഒരു സെറ്റ് ഓഫ് വേർഡോടെ ഉണ്ട്. നമ്മളത് ഞാൻ വിട്ടുപോയായിരുന്നു, പക്ഷേ അത് ഞാൻ പെട്ടെന്ന് പറയാം. പ്രീഡോമിനൻ്റ്ലി, മെയിൻലി എന്നാണ് അർത്ഥം. മോസ്റ്റ്ലി, ചീഫ്ലി, ലാർജ്ലി, കുറച്ചധികം വേർഡ്സ് ഇന്നുണ്ട്. അടുത്ത ഹവർ, ഹാങ് ചെയ്യുക. നമ്മുടെ തലയിൽ കൂടി ഇങ്ങനെ തലമുകളിൽ കൂടെ ഒക്കെ ഹവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാങ് ചെയ്ത് കിടക്കുന്ന, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന, ലെവിറ്റേറ്റ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യം. ദാറ്റ്സ്. അടുത്ത എഡ്ജി ആണെന്ന് പറഞ്ഞാൽ എഡ്ജിൽ നിൽക്കുന്നൊരു കാര്യമാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ടെൻസ്ഡ് അല്ലെ. നമുക്ക് ഭയങ്കര ടെൻഷൻ കൊണ്ടുവരുന്ന, നെർവസ്, ആൻഷ്യസ്, അൺഈസി എന്നൊക്കെയാണ് എഡ്ജി എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം. അടുത്ത റാറ്റിൽ, സൗണ്ട് ചില പറയില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഒച്ചപ്പാട്, ദാറ്റ് ഇസ് റാറ്റിൽ. അപ്പോൾ റാറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാലും ഒച്ചപ്പാട് എടുക്കുക, അതുപോലെ തന്നെ നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്ന, അൺനേർവ് ചെയ്യിപ്പിക്കുന്ന, ഡിസ്കണ്ടന്റ് ചെയ്യിപ്പിക്കുന്ന, അസംതൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനം, ദാറ്റ് ഇസ് റാറ്റിൽ. വേർബായിട്ട് ഉപയോഗിക്കും, നൗണായിട്ട് ഉപയോഗിക്കും കേട്ടോ. അടുത്ത ഓർത്തോ, വൊളറ്റൈൽ. വൊളറ്റൈലാന്ന് പറഞ്ഞ ഓർത്തോണം. ഇവിടെ വൊളറ്റൈലിൻ്റെ അർത്ഥം ഒന്ന് ഓർത്തോണം. ടെൻസ്, വീണ്ടും സ്ട്രെയിൻഡ് ആയിട്ടുള്ള, ഫ്രോട്ട് ആയിട്ടുള്ള, അൺഈസി ആയിട്ടുള്ള. ഇതൊന്ന് നോട്ട് ചെയ്തോണേ. സെൻറ്റൻസ് ആർട്ടിക്കിളോട്ട് പോകാൻ പെട്ടെന്ന് നമുക്ക് സമയം കളയാണ്ട്. ഇറ്റ്സ് ഓൾറെഡി ടൈം. അതുകൊണ്ടാണ്. ഓക്കെ. ആൻഡ് അൺകൈൻഡ് ഹൈക്ക്. ഇപ്പോൾ ഉള്ള ഹൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒട്ടും കരുണയില്ലാത്തൊരു ഹൈക്കാണെന്ന് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. ഇൻഫ്ലേഷനെ പറ്റിയാണ്. ലെറ്റ്സ് റീഡ്. വിത്ത് ഇൻഫ്ലേഷൻ പെർസിസ്റ്റൻ്റ്ലി ഹൈ, സ്മോൾ സേവിങ്സ് റേറ്റ്സ് ഷുഡ് ഹാവ് ബീൻ പെക്ട് ഹയർ. അപ്പോൾ സ്മോൾ സേവിങ്സിന് കുറച്ചുകൂടെ എന്ത് കൊടുക്കണം നമ്മൾ, അതിനൊന്ന് ഫിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ പണി പാളും. കാരണം ഇൻഫ്ലേഷൻ അതുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നോക്കാം. ദ ഗവൺമെൻറ് റീസെൻ്റ്ലി ഇൻക്രീസ് റിട്ടേൺസ് ഓൺ എ ഹാൻഡ്ഫുൾ ഓഫ് സ്മോൾ സേവിങ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ദ ഔൺ ഗോയിങ് October to December quarter by 0.1 to 0.3% points. Popular investment avenues for the middle class, such as the Public Provident Fund (PPF) and the National Savings Certificate, were left out. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഈയിടെയായിട്ട് കുറച്ച് ഹാൻഡ്ഫുൾ ഓഫ് സ്മോൾ സേവിങ് ഇൻസ്ട്രുമെൻറ്റ്സിലെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ക്വാർട്ടറിൽ 0.1 നിന്ന് 0.3 അതിൻ്റെ ഇത് കൂട്ടി, ഈ റിട്ടേൺസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പോപ്പുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടായ PPF മിഡിൽ ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു അവന്യൂ ആണ് അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ആണ് മിഡിൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ അതും അതുപോലെ തന്നെ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റും അത് രണ്ടും ലെഫ്റ്റ് ഔട്ടായി. അവർ രണ്ടുപേരും അതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. അപ്പോൾ ഗവൺമെൻറ് എന്താ പറയുക, ഇൻഫ്ലേഷൻ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്യുന്ന പൈസ ഉള്ളവർക്ക് ഇൻഫ്ലേഷൻ ഒരു പ്രശ്നമല്ല അല്ലേ, പൈസ എടുത്ത് കൊടുക്കും, അതോ പ്രശ്നം. പക്ഷേ പൈസ ഇല്ലാത്തവന്മാരെ സംബന്ധിച്ചത് പ്രോബ്ലം ആണല്ലോ. അതാണ്. ഓൺ പേപ്പർ, അതായത് ഇൻ റൈറ്റിംഗ്, ദ റിട്ടേൺസ് ഓൺ ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ടു ബി റീസെറ്റ് ഓൺ മാർക്കറ്റ് ഡിറ്റർമിൻഡ് ബേസിസ്. ഇതൊക്കെ ഈ പേപ്പറിലോട്ട്, റിട്ടേൺ ഫോമിലോട്ട് എത്തിക്കേണ്ടതായിട്ടുണ്ട്, റീസെറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. വിത്ത് എ സ്പ്രെഡ് ഓഫ് 0 to 100 ബേസിക് പോയിൻറ്റ്സ്. അതുപോലെ തന്നെ on basic points equal to 0.01% over yields on government securities with compatible maturities. അപ്പോൾ ഇതിൽ ഇതിൻ്റെ അമൗണ്ടിനെ പറ്റിയൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് റീസെറ്റ് ചെയ്യേണ്ട കാര്യമായിട്ടുണ്ട്, റിട്ടേൺ ഫോമാറ്റിലോട്ട് കൊണ്ടുവരണം. ഈ പറച്ചിലല്ല, റിട്ടേൺ ഫോമാറ്റിലോട്ട് അത് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. That this has not been adhered to is evident even at a cursory glance given to the long pause between rate changes. റേറ്റ് ചേഞ്ച് വരുമ്പോഴും നമുക്ക് ഈ പറയുന്നതിനോട് കംപ്ലൈ ചെയ്ത് പോകുന്നില്ല, അതിനോട് ചേർന്ന് പോകുന്നതായിട്ട് എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന മാറ്റങ്ങൾ നമ്മുടെ റേറ്റ്സിൽ, ഇൻട്രസ്റ്റ് റേറ്റ്സിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് റിട്ടേൺ ഫോമാറ്റിൽ എഴുതി വെക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഓതർ പറയുന്നത്. Following interest rate hikes, interest rate കൂടുമ്പോൾ this year to curb inflation, government securities yields have been shooting up. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ എന്തിനു വേണ്ട, ഇൻഫ്ലേഷൻ കർബ് ചെയ്യാൻ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാം. പക്ഷേ അതേസമയം ഗവൺമെൻറ് സെക്യൂരിറ്റി ഈൽഡും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.
This month, Reserve Bank of India (RBI) said that interest rate offered on various schemes in the current quarter are 44 to 77 basis points below the formula implied rates. In PPF, for instance, should have been earning 7.72 quarter this instant of the 7.1 accruing now. It is noteworthy that the central bank, which usually publishes the formula-based small saving rates every month or two, has not spelled them out. അപ്പോൾ ഈ ഒരു ബേസിക് പോയിന്റ് 7.72 ക്വാർട്ടറിൽ നിന്ന് കൂടി 7.1 ആവേണ്ടതെന്ന് 7.72 തന്നെ ഏർണിംഗ് കൂടിയിട്ടുണ്ട്. PPFിൻ്റെ ഏർണിംഗ് കൂടിയിട്ടുണ്ട്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എത്രമാത്രം കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ മിഡിൽ ക്ലാസ് വരെ അത് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം എടുത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഫോർമുല ബേസിസ് സ്മോൾ സേവിങ്സ് പബ്ലിഷ് ചെയ്യുന്ന യൂഷ്വലി അവർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ മാസവും എവറി 1 month or 2 month or 2 നടത്തുന്നതാണ്. ഇത്തവണ പക്ഷേ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്തില്ല, ഹാഡ് നോട്ട് സ്പെൽ ദം ഔട്ട്. അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല ഫ്രം മെയ് ടു സെപ്റ്റംബർ. മെയ് മുതൽ സെപ്റ്റംബർ വരെ അത് സ്പെൽ ഔട്ട് ചെയ്തിട്ട് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓൾദോ ഇറ്റ് ഡിഡ് നോട്ട് ഇൻ ഓഗസ്റ്റ് ദാറ്റ് ദ സ്പ്രെഡ് ബിറ്റ്വീൻ current rates and the formula based rates have turned negative for most schemes. അപ്പോൾ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റുകൾ ഫോർമുല ബേസ്ഡ് റേറ്റുകളും ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടാണ് ബാധിച്ചത്. സ്കീമിനെ ഒരുപാട് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് ഫോർ മോസ്റ്റ് എല്ലാത്തിലും നെഗറ്റീവ് ആയിട്ടാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് കൂടെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം വരുന്ന കാര്യങ്ങൾ. ഫോർ ഹൗസ് ഹോൾഡ്സ് ദാറ്റ് ഹാവ് ബീൻ ഗ്രാപ്ലിംഗ് വിത്ത് 6% പ്ലസ് ഇൻഫ്ലേഷൻ സിൻസ് ജാനുവരി. ഞാൻ പറഞ്ഞിരുന്നു സാധാരണക്കാരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നോക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ജാനുവരി മുതൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഫ്ലേഷൻ. പങ്ക്ച്വറഡ് ബൈ ഫ്യൂ മന്ത്സ് ഓഫ് 7% പ്ലസ് പ്രൈസ് റൈസ്. These meager hikes are far from enough to lift sentiment. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഹൗസ് ഹോൾഡുകളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂ മന്ത്സ് ആയിട്ട് അത് 7% ഒക്കെ ഹൈക്കിലോട്ടാണ് വരുന്നത്, റൈസാണ് വരുന്നത് ഇൻഫ്ലേഷൻ്റെ ഹൈക്ക്. അത് കുറച്ച് കൂടുതലാണ്. Bear in mind that this was the first chance change in these schemes rates in 27 months. ഈ 27 മാസങ്ങളിൽ നമ്മൾ ഒരു കാര്യം മനസ്സിൽ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഇതിപ്പോൾ 27 മാസങ്ങളിലെ ആദ്യത്തെ ചേഞ്ച് ആണ് ഇതെന്ന് പറയുന്നത്. ആഫ്റ്റർ ഷാർപ്പ് കട്ട് ഇൻ ദ റേഞ്ച് ഓഫ് 0.5 and 1.7% പോയിന്റ്സ് അക്രോസ് സ്കീംസ് ഇൻട്രൊഡ്യൂസ് ഇൻ April 2020. ഏപ്രിൽ 2020 മുതലുള്ളതിൽ റേഞ്ച് 0.5 മുതൽ 1.4% പോയിന്റ്സിലോട്ട് അക്രോസ് ആണ് ഈ സ്കീം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഷാർപ്പ് കട്ട് റേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. That political consideration still determined the trajectory of small savers. Nest egg sizes can be gauged by the few recent occasions when rates were changed or rolled back. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡേറ്റ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാര്യം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും. ഈ ഉള്ള കുറച്ചൊരു ഒക്കേഷൻസ് ആയിട്ട് റേറ്റ്സിന് ചേഞ്ച് വരുന്നുണ്ട്, റിവേഴ്സലും കാണാൻ പറ്റുന്നുണ്ട്. The last time rates were hiked was in January 2019, just ahead of ലോക്സഭ election. കഴിഞ്ഞ തവണത്തെ ഹൈക്ക് വന്നത് 2019 ജാനുവരിയിലാണ്, ലോക്സഭ ഇലക്ഷൻ്റെ സമയത്തായിരുന്നു, ജസ്റ്റ് ഇലക്ഷന് തൊട്ട് മുമ്പ്. ഇൻ മാർച്ച് 2021 മാർച്ചിൽ ദ ഗവൺമെൻറ് ഹാഡ് അനൗൺസ് ഫർദർ കട്ട്സ് റേഞ്ചിങ് ഫ്രം 0.4 to 1.1 ബട്ട് വിഡ്രൂ ദ ഡിസിഷൻ ഓവർനൈറ്റ്. കട്ട് ചെയ്യാമെന്ന് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു, പക്ഷേ രാത്രി ഓവർനൈറ്റ് ആയപ്പോഴേക്കും അവരങ്ങ് വിചാരിച്ച് വേണ്ട, കട്ട് ചെയ്യുന്നില്ല, റേറ്റ് കുറയ്ക്കുന്നില്ല എന്ന് കട്ട് ചെയ്യുന്നില്ല. സൈറ്റിംഗ് ആൻ ഓവർസൈറ്റ് അമിഡ് എ പോൾ ക്യാമ്പയിൻ ഫോർ 5 സ്റ്റേറ്റ്സ്. അപ്പോൾ ഒരു പോൾ ക്യാമ്പയിൻ നടന്നതിൻ്റെ സമയത്ത് അവിടെ ഒരു ഓവർസൈറ്റ് സൂപ്പർവിഷൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു, 5 സ്റ്റേറ്റിനുള്ള സർവൈലൻസ് നടത്തിയിട്ട് അവരത് കട്ട് വേണ്ടാന്ന് വെച്ചു. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ട എന്ന് വിചാരിച്ചു. However, even as a token justice to voters in upcoming polls, this latest tweak in small savings rates does not make the cut. അപ്പോൾ ഈ പറഞ്ഞൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ശരി സ്മോളസ്റ്റ് സേവിങ്സിൽ നമ്മൾ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയൊരു കട്ട്, വലിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം ഇതിൽ വരുന്നില്ല. ആസ് ദ RBI top brass warned earlier. നേരത്തെ RBIയിലെ ടോപ്പ് ബ്രാസ് ഓഫീസേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് റിട്ടേൺസ് ഹാവ് സീരിയസ് കോൺസിക്വൻസ് ഫോർ ദ ഇക്കണോമി ഇഫ് ഹൗസ് ഹോൾഡ്സ് വിച്ച് ആർ ദ ബിഗ്ഗസ്റ്റ് ലെൻഡേഴ്സ്. ഏറ്റവും കൂടുതൽ ലെൻഡ് ചെയ്യുന്ന ഹൗസ് ഹോൾഡ്സ് ആണ്. അവർ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് റിട്ടേൺസ് കൊണ്ടുവന്നാൽ അത് ഒരുപാട് സീരിയസ് കോൺസിക്വൻസസ് കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. ടു സ്റ്റോപ്പ് പാർക്കിംഗ് ദ സേവിങ്സ് ഇൻ സച്ച് ഫിക്സ്ഡ് ഇൻകംസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ബാങ്ക്സ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഹൗസ് ഹോൾഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് RBI നേരത്തെ വാൺ ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്വാർട്ടർ ഷുഡ് സി എ ഫെയർ ആൻഡ് ഹെൽത്തിയർ റിസെറ്റ് ഓഫ് റിട്ടേൺസ് ടു നെഗോഷിയേറ്റ് ഇൻഫ്ലേഷൻ ആൻഡ് ഓൺ ഹൗസ് ഹോൾഡ് സേവിങ്സ്. അപ്പോൾ ഹൗസ് ഹോൾഡ് സേവിങ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്ത ക്വാർട്ടറിലെങ്കിലും റിട്ടേൺസ് വരുമ്പോൾ അല്ലെങ്കിൽ റേറ്റ് വരുമ്പോൾ അതൊരു ഫെയറായ മാനറിൽ, കുറച്ചുകൂടെ ഹെൽത്തിയർ ആയിട്ട് കുറച്ചുകൂടെ ഫെയർ മാനറിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടുവന്നാൽ അത് ഇൻഫ്ലേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലേഷൻ നെഗറ്റീവ് ആക്കാൻ കൊണ്ടുവരാൻ പറ്റും, നെഗറ്റീവ് ഇൻഫ്ലേഷനെ കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഹൗസ് ഹോൾഡ് സേവിങ്സിൽ എന്ത് പറ്റും, ഒരു റിഡക്ഷൻ വരും. അപ്പോൾ റിഡക്ഷൻ വന്നാൽ ഇക്കണോമിക് ഗ്രോത്ത് നടക്കില്ല അല്ലേ. ഹൗസ് ഇപ്പോൾ സ്പെൻഡിങ് നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇക്കണോമിക് ഇത് വരില്ല, ക്രൈസിസ് വന്നുകൊണ്ടിരിക്കുള്ളൂ നമുക്ക്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതിനെ പറ്റിയൊരു അനലിറ്റിക്കൽ ആർട്ടിക്കിളാണിത്. ജസ്റ്റ്
ഇൻഫ്ലേഷൻ്റെ അവസ്ഥയെപ്പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നിങ്ങളിതിൻ്റെ യൂസേജ്, അതിൽ വേർഡ്സിൻ്റെ യൂസേജുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതായിരിക്കും നിങ്ങൾക്ക് RC-യിലൊക്കെ വരുമ്പോഴൊക്കെ ബാങ്കുകാരൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളാം. SSC-ക്കാരും പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ഇത്തവണ എഡിറ്റോറിയൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പോകാൻ കേട്ടോ, സമയം ഓൾറെഡി 34, ഇനി നിന്നാൽ സമയം പാടും. അപ്പോൾ അതാ പിടിച്ചോ. മിസ്റ്റർ ജിയാങ് എന്നാണ് ഇയാളുടെ പേര്, did not attend the Congress while Mr. Hugh was on the final day escorted out before he can vote on the resolutions passed. ഞാൻ പറഞ്ഞല്ലോ ആൻസർ കുറച്ച് പേര് തന്നു. അതിൽ ആൻസർ തന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ സെൻറ്റൻസ് പാസ്റ്റില്ല അല്ലേ? മിസ്റ്റർ ജാങ് ഡിഡ് നോട്ട് ആണ്. അപ്പോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ ഹ്യൂ ഓൺ ദ ഫസ്റ്റ് ഡേ എസ്കോർട്ടഡ് ഔട്ട് ബിഫോർ ഹി ക്യാൻ ഒരിക്കലും പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കില്ല. അതിന് പകരം നമുക്കൊരു മോഡൽ ഓക്സിലറി വെർബ് ഉണ്ട്, കുഡ്. അതാണ് കേട്ടോ ഇവിടെ വരേണ്ടത്. ഞാൻ പെട്ടെന്ന് എടുത്ത് പറയണം, ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, സമയം ഓൾറെഡി ആയി. അമൽ സാറിൻ്റെ ഒരു സെഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റൻ ഒന്ന് നോട്ട് ചെയ്തോ. ഋഷി സുനക് ഷുഡ് നോട്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്സ് ഓഫ് ഹിസ് പ്രെഡിസസേഴ്സ് ഇൻ ട്രൈ ടു പ്ലീസ് ഹിസ് പാർട്ടി. ഇതാണ് ക്വസ്റ്റൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം മറക്കണ്ട, 2 ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. അതുപോലെ താങ്ക് യു സോ മച്ച് പീപ്പിൾ, ഹാവ് എ വണ്ടർഫുൾ ഡേ. ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ ആൻസർ കോമൻറ്റ് സെക്ഷനിൽ തരാം. ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ.